ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പം മ്യൂണിക്കിലുള്ളത്. മ്യൂണിക്കിൽ നിന്ന് പ്രാഗിലേക്ക് പോവാണ്. ചെക്കിൻ്റെ ക്യാപിറ്റലാണ് പ്രാഗ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും നമ്മൾ ഓൺ ദി വേ ഉള്ള കാഴ്ചകളും മറ്റുമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. നമ്മുടെ ഹൈവേയിൽ കൂടിയുള്ള യാത്രയാണ്, നല്ല അടിപൊളി യാത്രയാണ്. നമുക്ക് എപ്പിസോഡ് കിടക്കാം. ഞാനിപ്പം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പ്രാഗിലേക്ക് പോവുകയാണ്. പ്രാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെക്കിൻ്റെ ക്യാപിറ്റലാണ്. മുമ്പ് ചെക്കോസ്ലോവാക്യ ആയിരുന്നു, ഇപ്പോൾ ചെക്ക് വേറെയാണ്, സ്ലോവാക്യ വേറെയാണ്. അപ്പോൾ അവിടേക്കുള്ള ബൈ വേലാണ്. ഇപ്പോൾ മ്യൂണിക്കിൽ നിന്ന് ജസ്റ്റ് പുറപ്പെട്ടിട്ടുള്ളൂ. ഈ മ്യൂണിക്കിൽ നിന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂർ എടുക്കും ബൈ ബസ്സിന് പ്രാഗിലെത്താൻ, ഈ ചെക്കിൻ്റെ ക്യാപിറ്റൽ. അതന്നെ ട്രെയിനിനാണെങ്കിൽ 6 മണിക്കൂറും ഏകദേശം ഒരു 6.5 മണിക്കൂർ എടുക്കും ട്രെയിൻ. പക്ഷേ ട്രെയിൻ യാത്രയാണ് കൂടുതൽ സുഖം ഉണ്ടാകുക. ബസ്സിൽ എന്നെ സംബന്ധിച്ച് ട്രെയിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ ബസ്സിൽ തന്നെ പോകണം. ഇത് നമ്മുടെ ഇസാർ നദിയാണ് മ്യൂണിക്കിലുള്ള. അപ്പം ഇനി ഹൈവേയിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് ഹൈവേയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കുറച്ച് കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങണം. ഇതിൻ്റെ മുകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റുകൾ കംപ്ലീറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് ഉണ്ടാകുക. ഇത് ട്രാം, ഇരുഭാഗങ്ങളിലും ബിൽഡിങ്ങുകൾ, ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. പാർക്കിങ്ങൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ പൊതുവെ വണ്ടികളുടെയൊക്കെ പാർക്കിങ്. പുതിയ കൺസ്ട്രക്ഷന് മാത്രമുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങുകൾ. ഇപ്പോൾ നമ്മൾ കൃഷിത്തോട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്, ഹൈവേയിലേക്ക് വിട്ട്. ഇനി അങ്ങനെ ഒരുപാട് ഈ കൃഷിയിടങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പോൾ പോകുന്ന വഴിയിലങ്ങനെ കൃഷിയിടങ്ങൾ നമുക്കിങ്ങനെ കാണാം. മഞ്ഞ കളറിൽ, പച്ച കളറിൽ, പിന്നെ ഏകദേശം ഒരു ചാരക്കളറിലൊക്കെ ഇങ്ങനെ തോട്ടങ്ങൾ ഒരുപാടുണ്ട് ഈ യാത്രയിൽ. ഈ യൂറോപ്പിലെ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ക്ഷീണം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല ലോ ഫ്ലോർ ബസ്, ഹമ്പൊന്നുമില്ല, നല്ല ഫ്രീ ആയിട്ട് അങ്ങനെ പോകാം. സീറ്റ് ഇങ്ങനെ കിടക്കുന്ന മോഡലിൽ ഒക്കെ ഉള്ള ടൈപ്പാണ്. ഞാൻ ഇപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള ഒരു ഫ്രണ്ട് സീറ്റ് ഉണ്ട്, ആ സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. യൂറോപ്പിലൂടെ നമ്മൾ ഹൈവേയിൽ പാസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു മറ കാണാൻ റോഡ് സൈഡിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് എന്നർത്ഥം. ഇവിടെ കണ്ടില്ലേ കുറേ താമസക്കാരും ഒക്കെ. ഈ ഒരു താമസക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇവിടെ പൊതുവെ സോളാറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും സോളാർ പാനലുകൾ. അത്രക്കും സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ജർമ്മൻ രാജ്യം. അതുപോലെ ഈ വേസ്റ്റ് റീസൈക്കിൾ ബിന്നിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ഈ ജർമ്മനി. അത്രക്കും ഉഷാറിലാണ് ഈ രാജ്യം നിൽക്കുന്നത്. ഇതിലെങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിലൊരു സാധനം കാണാം. ഞാൻ മ്യൂണിക് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് വിമാനത്തിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിരുന്നു ഓരോ മഞ്ഞ പീസായിട്ടുള്ളത്. അത് ഇവിടുത്തെ ഇവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിവിടെ സോളാർ പാനൽ റോഡ് സൈഡിൽ വെച്ചുകൾ 2 സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഇതാണ് ആ മഞ്ഞ കളറിലുള്ള ആ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇങ്ങനെ കാണാം നമുക്ക്. ഇത് ഇവിടുത്തെ കടുക് കൃഷിയാണ്. ഇവർ കൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനം നടക്കും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഞാൻ എൻ്റെ സ്കാൻഡിനേവിയൻ യാത്രയിൽ മുമ്പ് കാണിച്ചിരുന്നു ഇതേപോലെ മഞ്ഞ, അടിപൊളിയാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ കാശ്മീരിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാശ്മീരിലും ഇതേ ഒരു സ്റ്റൈലിൽ കാണാം. പക്ഷേ കാശ്മീരിനെക്കാളൊക്കെ എത്രയോ കൂടുതലാണ് നമ്മുടെ യൂറോപ്പിൽ ഹൈവേയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ കൃഷികൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മെഷീനറികളാണ്. അത് കൊയ്യുന്നതും വിതക്കുന്നതും കംപ്ലീറ്റ് മിഷൻ സിസ്റ്റമാണ് ഇവിടെ. വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ് ഈ യൂറോപ്പ്. പൊതുവെ നമ്മൾ യൂറോപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹൈവേയിൽ ഇങ്ങനെ കൃഷിയിടങ്ങളൊന്നും ആരും കാണില്ല. ലേബേഴ്സിനൊന്നും കാണലിന് വളരെ കുറവാണ്. ഞാൻ വളരെയധികം പലതവണ ശ്രദ്ധിച്ചു വയ്ക്കുന്നത്. കുറച്ച് ട്രാക്ടർ 1-2 ആളുകൾ മാത്രം, അല്ലാണ്ട് കണ്ടമാനം ആളുകളൊന്നും ഈ ഒരു സ്ഥലത്ത് കാണാറില്ല. ഇപ്പോൾ ഞങ്ങളൊരു പമ്പിൽ നിർത്തിയിട്ടൊക്കെയാണ് മൂത്രമൊഴിക്കാനൊക്കെ വേണ്ടിയിട്ട്.
യൂറോപ്പിൽ ഹൈവേകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും മൂത്രം ഒഴിക്കണോ അല്ല ജ്യൂസോ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഇതേപോലെ ഹൈവേയിൽ പമ്പ് ഉണ്ടാവും. അങ്ങനെ ഈ പമ്പിൽ നിർത്തിയെങ്കിലുള്ളൂ ഇത് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുക. അതുപോലെ ഇവിടെയുള്ള ഡ്രൈവർമാർക്ക് ഭയങ്കര വെയിറ്റാണ്. അവർക്ക് ഇത്ര മണിക്കൂർ വണ്ടി ഓട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ റൂളുണ്ട്. ഇവിടത്തൊക്കെ ഹൈവേ വൺ വേ ആണ്. ഇങ്ങോട്ട് പോരാനൊന്ന് തിരിച്ചു പോകാനൊന്ന്. അതിന് പുറമെ ഒരു സർവീസ് റോഡ് ഉണ്ടാവും നമ്മുടെ ഈ പമ്പിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഈ പമ്പിലാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാകുക. പമ്പിൽ സെൽഫായിട്ട് നമ്മൾ എണ്ണ അടിക്കണം. പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടാവും, ചെറിയൊരു കഫ്റ്റീരിയ പോലത്തെ ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ ഏതായാലും ലഞ്ചിൻ്റെ സമയം അയക്കുന്നു. ഇനി ലഞ്ച് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാതുള്ള അതിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഈ സൂപ്പർ മാർക്കറ്റിലുള്ള വേറൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് വൈഫൈ ഉണ്ടാവും. ആ ഒരു സൗകര്യമാണ്. വന്ന ഉടനെ തന്നെ പിന്നെ എല്ലാവരും ആദ്യം ഒന്ന് വൈഫൈ ഓണാക്കി വെക്കും. കാരണം അത്രയും വൈഫൈ ഇവിടെ ഇഷ്ടംപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിലെ ടോയ്ലറ്റിൻ്റെ സിസ്റ്റം നമുക്ക് കാണാം. ഇതാണ് ആ മെഷീൻ. അതിൽ നമ്മൾ ചില്ലറ പൈസ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് വരും. ആ പ്രിൻ്റ് വന്നു കഴിഞ്ഞിട്ട് അതിവിടെ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറ് തുറക്കും. ആ ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോവുക. പിന്നെ ഒരാൾക്ക് ഒരു തവണയുള്ള ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ മൂത്രമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. ഇതിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വെക്കുന്ന സ്ഥലം. അത് നമ്മൾ സെൽഫായിട്ട് തന്നെ വെക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു യൂറോപ്പിൽ പൊതുവെ സ്റ്റാഫുകൾ കുറവായിരിക്കും ഈ സൂപ്പർ മാർക്കറ്റിലും റെസ്റ്റോറൻറ്റിലൊക്കെ. നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചുതരും. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊണ്ടുവയ്ക്കലൊക്കെ നമ്മൾ ഡ്യൂട്ടിപ്പെട്ടതാണ്. അല്ലാണ്ട് ടേബിളും വെച്ച് ആരും പോകില്ല. അവിടെ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് മറ്റവരാണെന്നൊന്നുമില്ല. അത് കൊണ്ടുവയ്ക്കൽ അവരെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണത്. പിന്നെ അതിന് പറഞ്ഞ ഇവിടെ ഗെയിം കളിക്കുന്ന സ്ഥലമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. ഒരു ഗാർഡനും ഒരു ചെറിയൊരു നദിയും കാര്യങ്ങളൊക്കെ ഒഴുകി പോകുന്നൊരു ഭാഗങ്ങളാണ്. പച്ചപ്പോണ്ടൊരു നല്ല അടിപൊളി സ്ഥലമാണ്. കുട്ടികൾ കളിക്കാനുള്ള ചില സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പൊതുവെ നല്ലൊരു വൈബാണ് ഇവിടെ. കൊടുത്തോണ്ട് കുറച്ച് നടങ്ങി, അല്ലെങ്കിൽ എന്താവുമായിരുന്നു അങ്ങനെ പൂത്തിരി കത്തുന്നല്ലേ വെയിലൊക്കെ നിൽക്കുക അടങ്ങി. ഭക്ഷണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു മക്കറോണിയും അതിലേക്ക് പിന്നെ കുറച്ച് ബീഫിൻ്റെ എന്തോ ഒരു സാധനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇനി കിട്ടിയാൽ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അത് ഇവിടുത്തെ കാര്യമാണ്. ഇവിടെ ഫുഡൊക്കെ അത്ര വലിയ പിന്നെ ഉഷാറല്ല. പൊതുവേ യൂറോപ്പിൽ കൂടുതലും പന്നിയിറച്ചിയാണുള്ളത്. ഞാൻ പിന്നെ പന്നിയിറച്ചി കഴിക്കാറില്ല. എനിക്ക് ഈ സ്പ്രൈറ്റ് ആണ് ഇഷ്ടം. ഇതൊക്കെ നമ്മൾ സെൽഫ് സർവീസാണ്. നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് തന്നെ നിറക്കാം. ഞാൻ ഈ കളർ കോലകളൊന്നും കുടിക്കാറില്ല. ഞാൻ പൊതുവേ ഈ സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡ ഇതാണ് കുടിക്കാറ്. അപ്പോൾ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചെറിയൊരു കുഞ്ഞ് തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത് മക്കറോണ ചീസാണ് വൈറ്റ് കളറിലുള്ളത്. കുറച്ച് ബീഫ് ഇങ്ങനെ ചെത്തി പീസാക്കിയതാണത്. യൂറോപ്പിൽ നമ്മൾ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുക. അല്ലാണ്ട് നമ്മളെ പിന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിക്കുക എന്നുള്ളത്. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം. അത്യാവശ്യം നല്ല കളർഫുള്ളാണ് ഇതിൻ്റെ അകത്ത്. ഇവിടെ അങ്ങനെ ചെറിയ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ അതുമുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറം ഭാഗം. ഇതിൻ്റെ ടോപ്പ് ചില ഭാഗങ്ങളൊക്കെ സോളാറിലാണ് ഇറക്കുന്നത്. ഷീറ്റ് മേഞ്ഞിട്ടുള്ളത് സോളാറാണ് ആ കാണുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ വീണ്ടും കയറിയിട്ടുണ്ട്. നമുക്ക് വഴിയിലെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഇതുണ്ടല്ലേ നദികൾക്ക് യാതൊരു ക്ഷാമമില്ല ഇവിടെ യൂറോപ്പിൽ. ഇസാർ നദിയാണ് ഇവിടെ ഉള്ളത്, ജർമ്മനിയിലുള്ളത്. ഇതൊരു ടണലാണ്. ഇവിടെ യൂറോപ്പിൽ ടണലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ നമ്മൾ നേരത്തെ കഴിച്ച ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ തന്നെ സേവ് ചെയ്ത് അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചു എന്നുള്ളൂ. ഇവിടെ ഒരു മണിക്കൂറിന് ഏകദേശം ഒരു 14-15 യൂറോ കൊടുക്കണം ഒരു
ഒരു മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ പൊതുവേ ഈ ലേബേഴ്സൊക്കെ കുറവാണ്. കാരണം അത്രയും വലിയ ശമ്പളം കൊടുത്തിട്ട് അപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സംഖ്യയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻറ്റുമാരൊക്കെ ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ക്ലീനിങ്ങിലും മറ്റേലൊക്കെ ആയിട്ടാണ് പണിയെടുക്കുന്നത്. ഞാൻ മുമ്പ് ഒരു കോട്ടക്കലിൽ ഒരാൾ പയ്യനെ മുമ്പ് കാണിച്ചിരുന്നു, മുമ്പുള്ളതിൻ്റെ ഒരു യൂറോപ്യൻ എപ്പിസോഡിൽ. അപ്പോൾ അവരൊക്കെ പിന്നെ ഇതേപോലെ മണിക്കൂർ ബേസിലാണ് വർക്ക് ചെയ്യുക. അതിനവർക്ക് ഫുഡ് ഓരോക ഫ്രീ ആയിട്ട് കഴിക്കുക, പിന്നെ ഇതേപോലെ പിന്നെ താമസമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആ ടൈമിന് വർക്ക് ചെയ്യുക, പിന്നെ തിരിച്ച് പോകുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലേബേഴ്സ് വളരെ കുറവായിരിക്കും. കുറഞ്ഞ ആളുകളെ കൊണ്ട് കൂടുതൽ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പോളിസിയാണ് ഈ യൂറോപ്യൻ കൺട്രീസിലുള്ളത്. ഇപ്പോൾ സമയം 5:50. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമാണ് പ്രാഗ്. അപ്പോൾ പ്രാഗിൻ്റെ മെയിൻ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല, ഇനിയും കുറച്ചും കൂടി ദൂരം ഓടാനുണ്ട്. ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് ഒരു നദി. ആ നദിയുടെ പേരാണ് വിൽത്താവ നദി. അതിൻ്റെ പരിസരത്താണ് ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രാഗ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രാഗിലൊരു ടൗൺ സ്ക്വയർ ഉണ്ട്. പൊതുവെ എല്ലാ സിറ്റികളിലും ഒരു സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ കുറച്ചും കൂടി പേര് കേട്ടിട്ടുള്ളതാണ്. ഈ പ്രാഗിൽ പിന്നെ ബറോക്ക് കെട്ടിടങ്ങളുണ്ട്, ഗോത്തിക് പള്ളികളുണ്ട്, പിന്നെ മധ്യകാല ജ്യോതിശാസ്ത്ര ഒരു പേര് കേട്ട ഒരു ക്ലോക്ക് ഉണ്ട് ഇവിടെ. ഇതൊക്കെ പ്രാഗിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഇവിടെ പ്രാഗ് കാസിൽ എന്നിട്ടൊന്നുണ്ട്, ഒരു കോട്ട. ഈ പ്രാഗിനെ അറിയപ്പെടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ പോലെ ഇവരെ ഇത് സിറ്റി ഓഫ് 100 സ്പൈസ് എന്നാണ് ഇതിനറിയപ്പെടുക. നമ്മുടെ ഇന്ത്യയായിട്ട് സമയത്തിൽ 3.5 മണിക്കൂർ പിന്നിലാണ് പ്രാഗ് ഉള്ളത്. ഇവിടെ ഏകദേശം 13 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ പ്രാഗ് പട്ടണത്തിൽ. നമ്മുടെ ഡ്രൈവറുണ്ട് മൈക്കിൾ, അദ്ദേഹം ഈ നാട്ടുകാരനാണ്. ഇവിടുത്തെ ജനസംഖ്യ കണക്ക് പ്രകാരം പുരുഷന്മാരെക്കാട്ടും കൂടുതൽ സ്ത്രീകളാണുള്ളത് ഈ പ്രാഗിൽ. നമ്മുടെ ബസ് ഒന്ന് നിർത്താനുള്ള പരിപാടിയാണ്. നിർത്തി കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടന്നു പോവും. പാർക്കിംഗ് നോക്കി നടക്കുകയാണ് നമ്മുടെ മൈക്കിൾ, ക്യാപ്റ്റൻ മൈക്കിൾ. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. പ്രാഗിലാണ്, ചെക്കിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സിറ്റി ടൂറും കാഴ്ചകളൊക്കെ അപ്പോൾ ഈ കാഴ്ച നമ്മൾ കാണാം. ഇതുണ്ടല്ലോ ഒരു മരത്തിൻ്റെ ചുവടിൽ ഇരുമ്പിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് അതിനെ പിന്നെ വേരിലേക്ക് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. കാരണം ഇവിടെ അത്രയും എല്ലാ ഭാഗവും മണ്ണുണ്ടാവില്ല എന്ന് മുമ്പ് ഞാൻ പറഞ്ഞത്. ഇതൊരു റോയൽ ഗാർഡനാണ്. അതായത് എവിടെ നോക്കിയാലും ഒന്നുകിൽ കട്ട, അല്ലെങ്കിൽ പിന്നെ ടാർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ മറ്റേ നമ്മുടെ കരിങ്കല്ലിൻ്റെ ചെറിയ പീസ്, അങ്ങനെയാണ് ഈ പൊതുവെ യൂറോപ്പിൽ പൊതുവെ ഉള്ളത്. അപ്പോൾ ഈ മരത്തിൻ്റെ ആ സൈഡിലുള്ള മണ്ണുകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ചർച്ചാണ്, ഞാൻ പിന്നീട് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇവിടെ ഒരു കോട്ടുണ്ട്, പിന്നെ പ്രാഗ് കാസിൽ എന്ന് പറയും. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു പാസേജാണ് ഈ ഒരു വഴി. ഇതിലെ അങ്ങനെ അങ്ങോട്ടേക്ക് കടക്കാം. ഇപ്പോൾ ഈ പ്രാഗ് കാസിൽ ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ഓഫീസാണ്. 9-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കോട്ടയ്ക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ പിന്നെ ഇവിടുത്തെ പോലീസും കാര്യങ്ങളൊക്കെ അല്ല സെക്യൂരിറ്റി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് അങ്ങനെ കടന്ന് ഇതിലായിട്ട് പോവാം. ഇതാണ് പ്രാഗ് കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് ഇവിടെ വിശുദ്ധ റോമൻ ചക്രവർത്തിമാരും ഇവിടുത്തെ ബൊഹീമിയയിലെ രാജാക്കന്മാരൊക്കെ നിന്നിരുന്നത് ഇവിടെ തന്നെ ഇരുന്ന്. ഈ കോട്ടയിൽ ഒരു ബൊഹീമിയൻ ക്രൗൺ ആഭരണങ്ങളുണ്ട്. അത് ഇവിടുത്തെ ഒരു റൂമിൽ സൂക്ഷിച്ചിട്ടിട്ടുണ്ട്, വിലപിടിപ്പുള്ള സാധനങ്ങൾ. ഇവിടെ നിന്ന് അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ വലിയ പാറാവോ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഈ പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണമെങ്കിൽ എന്തെല്ലാം നൂലാമാലുണ്ട്. ആ താമസിക്കുന്നിടക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ
അവിടെ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് വിദേശികൾ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് സെൻറ്റ് വിറ്റസ് കത്തീഡ്രൽ, പ്രാഗിലെ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനമായ ഒരു റോമൻ കത്തോലിക്ക മെട്രോപൊളിറ്റൻ കത്തീഡ്രലാണ് ഈ കാണുന്നത്. കണ്ടാൽ ഒരു കരി പിടിച്ച പോലെ തോന്നും, പക്ഷേ നല്ല സൂപ്പർ ലുക്കാണ് കാണാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രാഗ് കാസിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു കത്തീഡ്രലും സ്ഥിതി ചെയ്യുന്നത്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അനുസരിച്ചിട്ട് ഈ പ്രാഗിലെ ഈ കാസിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന കോട്ടയാണ്. ഏകദേശം 70,000 ചതുരശ്ര മീറ്റർ അളവുണ്ട് ഇതിന്. പിന്നെ അതിൻ്റെ നീളം ഏകദേശം 570 മീറ്ററും പിന്നെ വീതി ശരാശരി 130 മീറ്ററുള്ളത്. പിന്നെ പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പിന്നെ ഒരു സ്ഥലമാണ്, പ്രാഗിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ് ഈ കോട്ട. ഇത് ഗോത്തിക് സ്റ്റൈലാണ്, ഗോത്തിക് ബറാക്ക് എന്നൊക്കെ പറഞ്ഞ സ്റ്റൈലുകളുണ്ട്. ഇത് 1929 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഈ ചർച്ചിന് 124 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുണ്ട്. ഇതിൽ 7 മണികളുണ്ട് ഇതിൻ്റെ അകത്തുള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും വലുതും പിന്നെ പ്രധാനപ്പെട്ടതുമായ ഒരു പള്ളിയാണ് ഈ പള്ളി. ഇവിടെ ഉണ്ടായിരുന്ന ബൊഹീമിയൻ രാജാക്കന്മാരുടെയും പിന്നെ വിശുദ്ധ റോമൻ ചക്രവർത്തിമാരുടെയൊക്കെ ശവകുടീരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കത്തീഡ്രൽ. ഇപ്പം ഇത് ചെക്ക് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലാണുള്ളത്. ഈ കത്തീഡ്രലിൻ്റെ നിർമ്മാണം 1344 നടന്നത്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പോലീസുകാരനാണ്. ഇവിടെ പോലീസുകാരൊപ്പം നിന്ന് ഫോട്ടോ സെൽഫി എടുക്കണമെന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ പ്രാഗിലെ കാസിൽ നിന്ന് മടങ്ങുകയാണ്. ഇതൊരു വനിതാ പോലീസും ഒരു പുരുഷൻ പോലീസുമാണ്. അവരങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ സെൻറ്റ് വിട്രസ് കത്തീഡ്രലിന് നിലവറുണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റ് വിട്രസ് കത്തീഡ്രൽ നിർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള ഈ രാജാക്കന്മാരുടെ ആഭരണങ്ങളും കിരീടങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. 1344 നവംബറിലാണ് ഈ കത്തീഡ്രലിൻ്റെ പണി ആരംഭിച്ചതെന്നാണ് കണക്കൂട്ട് ചെയ്യുന്നത്. ഈ കത്തീഡ്രലിൻ്റെ 2 വാസ്തുശില്പികളായിരുന്നു. ഒന്ന് അരാസിലെ മാത്യുവും പിന്നെ പീറ്റർ പാർലർ എന്ന് പറഞ്ഞൊരാൾ. കത്തീഡ്രലിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല, പുറം തന്നെ കണ്ടാൽ തന്നെ മതി. അത്യാവശ്യം ഒരു 1.5 ഉണ്ട് അതിൻ്റെ പുറം ഭാഗം. നല്ല ഫോട്ടോക്കും മറ്റേ എല്ലാവരും ഫോട്ടോ പോസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരത്ത് നിന്ന് അങ്ങനെ നീങ്ങുകയാണ്. ഈ ടൂറിസ്റ്റേഴ്സ് ഒരുപാടുണ്ട് ഇവിടെ. ഇങ്ങനെ നടന്നങ്ങനെ പോവുകയാണ്. നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ മലയാളികളാരും കാണാനില്ല ഇവിടെ. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ പോലീസുകാരത്തെയും ആ പുരുഷൻ പോലീസുകാരനും ഇവരിങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കാൻ. പ്രശ്നങ്ങളൊന്നും പൊതുവെ അവിടെ ഉണ്ടാകാറില്ല യൂറോപ്പിലൊന്നും, നമ്മുടെ നാട് പോലെ ഇല്ല. ഓരോരുത്തർ അവരെ കാര്യമായിട്ട് അങ്ങനെ നടക്കുകയും പോവുകയും ചെയ്യുക. ഞാനിനി ഇങ്ങനെ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ കൂടി നിങ്ങളിങ്ങനെ നടന്നോളി. നമുക്ക് ഓരോ ഭാഗങ്ങളങ്ങനെ കണ്ട് നടക്കാം. യൂറോപ്പിൽ വെറുതെ നടക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത മടിയില്ലാത്തൊരു സംഭവമാണ്. അത്രക്കും ക്ലീനാണ് റോഡ്. അതിനോർമ്മ കാലാവസ്ഥ എല്ലാം സൂപ്പറാണ്. യാത്രാ തടസ്സങ്ങളൊന്നും റോട്ടിലുണ്ടാവില്ല. മണ്ണും ചളി പിളിയൊന്നും ഉണ്ടാവില്ല.
ഇനി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാഗിന് ഏകദേശം മൊത്തം അങ്ങനെ കാണാൻ കഴിയും നമുക്ക്. അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഭാഗം. ഇങ്ങനെ കണ്ടോളി ഇനി. ആ വ്യൂ പോയിന്റിൽ നിന്ന് മടങ്ങി ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന അതേപോലത്തെ വേറൊന്നാണ്. മണ്ണ് തീരെ ഉണ്ടാവില്ല. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഗ്രില്ലിട്ട് വെച്ചൊക്കെയാണ്. മരം, ആ മരത്തിൽ പിന്നെ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ് ആ ഒരു ഭാഗം. പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത്. ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മണ്ണ് എവിടെയും കാണാറില്ല പൊതുവെ. ഇവിടെ സെൽഫി എടുക്കലവരും മറ്റവരൊക്കെ ഉണ്ട് പൊതുവെ ഇവിടെ. ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ തോന്നും. അത്രക്കും പിന്നെ സൂപ്പറാണ്. ഏകദേശം പ്രാഗ് മൊത്തം നമുക്ക് കാണാൻ കഴിയും. പഴയകാല പിന്നെ കെട്ടിടങ്ങളുടെയൊക്കെ മുകൾ ഭാഗങ്ങളും അതിൻ്റെ കളറുകളും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി വ്യൂ ആണിത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സൂപ്പറാണ്. ഇത് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുള്ള് ഒരു വ്യൂ കിട്ടുക. ഇതിപ്പോൾ ഈ ഒരു ക്യാമറ പോസിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നൊരു കാഴ്ച തന്നെ. പക്ഷെ സംഭവം ഈ പ്രാഗിലൊക്കെ ഒന്ന് വരേണ്ടത് തന്നെയാണ്. ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ ഇവിടുന്ന് അങ്ങനെ നടക്കുകയാണ്. ഇനി ഇങ്ങനെ താഴ്ന്ന ഭാഗങ്ങളാണ്, കുറച്ച് താഴ്ചയുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു കയറ്റത്തിലാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത്. ഇനി അവിടുന്ന് അങ്ങനെ താഴ്ന്നിട്ട് അങ്ങനെ പോവാം. അപ്പം ഇനി നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം നമുക്ക്. Macedonia! 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 നമ്മൾ പിന്നെ ആരെ കണ്ടാലും നമ്മൾ സെൽഫി എടുക്കും. അതാണോ പെണ്ണോ എന്നൊന്നുമില്ല. അവർക്ക് നമ്മൾ എടുക്കാം ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഇവിടെ WC ഉണ്ട് എന്നുള്ളൊരു വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. WC വലിയ വിഷയമാണ് ഇവിടെ പൊതുവെ. ഇപ്പോൾ സമയം പ്രാഗിൽ 6:55. സൂര്യന് ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുണ്ട്. സൂര്യപ്രകാശത്തിന് യാതൊരു കുറവുമില്ല. ഇവിടെ രാത്രിയാകണമെങ്കിൽ കുറച്ചാവും. ഏകദേശം ഒരു 8:45 ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് സൂര്യൻ അസ്തമിക്കാറുള്ളത്. അതുകൊണ്ട് പകൽ ഒരുപാട് സമയം ഇവിടെ കിട്ടും. ആ കാണുന്നതാണ് ഇവിടുത്തെ പഴയകാല ട്രാം. നമ്മുടെ നാട്ടിലത്തെ KSRTCൻ്റെ ഒരു ലുക്കാണ്. KSRTCൻ്റെ ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ളൊരു മോഡലാണ്. ഇവിടെ കണ്ടില്ല നിലമൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേപോലെ തന്നെ കട്ട കണ്ടിട്ട് നമുക്ക് മടുക്കും. അത്രക്കും ഉഷാറാണ്. ഒരു സ്ഥലത്ത് വരെ മണ്ണുണ്ടാവില്ല. അതൊരു മോഡലാണ്. ആളുകൾ നിൽക്കുന്ന അവിടെ വേറൊരു മോഡൽ, ഗ്രിപ്പില്ലാത്തൊരു ടൈൽസ് മോഡൽ. ഇവിടെ ഈ ബസ് എഴുതിയിട്ടുണ്ടല്ലോ, ഇതിലാണ് ബസ്സും
കാറും ഒക്കെ പോകുന്ന റൂട്ടാണിത്. പിന്നെ സൈക്കിളുകാർ പോലും ഇതിലെ കൂടി സൈക്കിളുകാർ പോവും. ഈ ഭാഗത്ത് ഒരു ഗ്രിപ്പുള്ള ഒരു ടൈപ്പാണുള്ളത്. ഈ ഭാഗം കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. കുറച്ച് പഴയകാല കെട്ടിടങ്ങൾ തന്നെയാണുള്ളത്. ഏകദേശം ഒക്കെ ഒരേ ഹൈറ്റിൽ തന്നെയാണുള്ളത്. ഈ ഭാഗത്ത് ഇതേപോലെ കട്ടക്ക് പകരം പുല്ലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പുല്ലാണ്. ആളുകൾക്ക് ഇരിക്കാനും വിട്ടും വേണ്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയൊരു പാസേജ് വേറുണ്ട്. സൈഡിൽ കൂടി മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പഴയ കെട്ടിടങ്ങളായതുകൊണ്ട് പാർക്കിങ്ങൊക്കെ റോഡ് സൈഡിൽ തന്നെ ഇരിക്കും. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയിട്ടില്ല ഇവിടെ ഒന്നും. പുതിയ ബിൽഡിങ്ങുള്ളതൊക്കെ ഉള്ളൂ. ട്രാമിനിവിടെ യാതൊരു ക്ഷാമവുമില്ല. ഇഷ്ടംപോലെ ട്രാം സർവീസ് ഉണ്ട്. ഇത് പുതിയ മോഡൽ ട്രാമാണ്. നേരത്തെ കണ്ടത് നിങ്ങൾ പഴയ മോഡൽ ട്രാമാണ്. ഇതിങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് പോകും. ഈ ഒരു നീളത്തിലുള്ളത്. അങ്ങ് നേരെ ഫ്രണ്ടിൽ നോക്കി ഒരു ഇടയിൽ കൂടി വരുന്നുണ്ടല്ലേ, അതിൻ്റെ ബാക്കിൽ. ഇതിങ്ങനെ ട്രാമിന് യാതൊരു ക്ഷാമമല്ല. ഇഷ്ടംപോലെ ട്രാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഇലക്ട്രിക്കലാണുള്ളത്. അതുകൊണ്ട് നല്ല സുഖമാണ്. എപ്പോഴും യാത്രക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ. ഞാൻ മ്യൂണിക്കിൽ ഒരു കഞ്ചാവ് ഷോപ്പിനെ പറ്റി കാണിച്ചിരുന്നു ഞാനത്. ഈ കഞ്ചാവ് ഷോപ്പുകൾ, കഞ്ചാവുകൾ ഇവിടെ ഇഷ്ടംപോലെ വിൽപ്പനയുള്ള സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ആംസ്റ്റർഡാമിലാണ്, അത് ഹോളണ്ടിൽ. ഈ ഒരു പച്ച ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കഞ്ചാവ് ഷോപ്പ്. ഇത് ലൈസൻസ് ഉള്ളതാണ് വിൽപ്പന. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് കയറി വെക്കാം എന്താണ് അവസ്ഥ. ഞാൻ ഇതുവരെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല, മദ്യവലിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എന്താ അതിനുള്ളിലുള്ള സംഭവം എന്താണെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഈ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ള സാധനമൊക്കെ അതാണ്. ഇത് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇതിങ്ങനെ വിൽപ്പനക്ക് ലൈസൻസ് ഉണ്ട്. ഞാൻ ആദ്യം കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് ആംസ്റ്റർഡാമിലേന്ന് ഉണ്ടായിരുന്നത്. ഇതാണ് പ്രാഗിലെ വിൾത്താവ റിവർ. ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഈ വിൾത്താവ നദി. ബൊഹീമിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ബൊഹീമിയൻ വനത്തിലൂടെ തെക്ക് കിഴക്കോട്ടാണ് ഇത് ഒഴുകുന്നത്. തുടർന്നത് വടക്ക് ബൊഹീമിയക്ക് കുറുകെ ഈ പ്രാഗ് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഈ നദി ഒഴുകുന്നത്. പിന്നീട് അവസാനം ഇത് മെലിക്കിലെ ലേബുമായിട്ട് കൂടി യോജിക്കുന്നുണ്ട്. ഇതിനെ സാധാരണയായിട്ട് ചെക്കിൻ്റെ ദേശീയ നദി എന്നാണ് വിളിക്കാറുള്ളത്. ഇതിൻ്റെ പേര് വ്ളത്താവ എന്നാണ്. വ്ളത്താവ. ഈ നദി 430 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്നുണ്ട്. ഈ വ്ളത്താവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഭാഷയിൽ തന്നെ കാട്ടുവെള്ളം എന്നാണ് പറയുന്നത്. കാട്ടുവെള്ളം. ഇത് പാലക്കാടുള്ള രാജീവും ഫാമിലിയാണ്. ഇവിടെ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പുതിയ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടല്ലേ. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ഇവർ അടുപ്പിക്കൂല നമ്മളെ. ഇവിടെ ഇങ്ങനെ പൊതുവെ യൂറോപ്പിൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ നടക്കുമ്പോൾ കാണാം പല സ്ഥലങ്ങളിലും ഫോട്ടോഷൂട്ട് ഉണ്ടാവും, പ്രത്യേകിച്ചും ഈ നദീൻ്റെ കരയിലൊക്കെ. ഇപ്പം അങ്ങനെ നടന്നങ്ങനെ പോവുകയാണ്. ഈ ഭാഗത്തും കണ്ടില്ലേ കട്ടകൾ, പിന്നെ വേസ്റ്റ് ബോക്സ് ഇടാനുള്ള ചെറിയ ഡ്രമ്മും കാര്യങ്ങളാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. റോഡ് വരെ കട്ടയിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത്, ടാർ ചെയ്തിട്ടില്ല അവിടെയൊന്നും. പ്രാഗിലെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ സമയം 7:15 ഇപ്പോൾ സമയം. ഇവിടെ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ 8:30 മണിയാവണം. അപ്പോൾ ഇതാണ് പ്രാഗിലെ ഫേമസ് ബ്രിഡ്ജ്, ചാൾസ് ബ്രിഡ്ജ്. ഈ പ്രാഗിലെ വൽത്താവ നദി ഉണ്ട്, ഇവിടുത്തെ മെയിൻ നദിയാണ്. ഈ നദിക്ക് കുറുകെയുള്ള ഒരു മധ്യകാല ശില കമാന പാലാണിത്. അതായത് ഇതിൽ ഏകദേശം ഒരു 16ഓളം ഇങ്ങനെ കമാനങ്ങളുണ്ട്, ഇങ്ങനെ ആർച്ച് മോഡലുള്ളത്. ഇത് ഈ പാലം തുടങ്ങുന്ന അവിടെ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പൂക്കളൊക്കെ
വിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ പൂക്കൾ വിരിയുന്നൊക്കെ ഒരു കാലമാണ് ഇവിടെ. ഇതിലെങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലം കയറി അങ്ങനെ അങ്ങോട്ട് കയറി പോവാം. ഇതാണ് പാലത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാലം അങ്ങനെ നീളത്തിൽ നമ്മളങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ പാലത്തിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊക്കെ വിശദീകരിച്ചു തരാം. 1357 ചാൾസ് 4-ാമൻ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചത്. അന്നു മുതലാണ് തുടങ്ങിയിട്ടുള്ളത് ഈ പണി. അങ്ങനെ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. ഇവിടെ ഇങ്ങനെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ചിത്രം വരക്കുന്ന ഓരോ ആളുകളൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിത്രമൊക്കെ വരച്ചിട്ട് നമുക്ക് അത് പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു സംഭവമാണത്. ഈ പാലം പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിന് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയാറുണ്ട്, പിന്നെ പ്രാഗ് ബ്രിഡ്ജ് എന്നറിയും. അങ്ങനെ അവസാനം 1870 ഇതിന് ചാൾസ് ബ്രിഡ്ജായി മാറിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ പ്രതിമകളുണ്ട്. ഓരോ 10 മീറ്റർ ഇടവിട്ടിട്ടും ഇതിൻ്റെ 2 സൈഡുകളിലും ഇങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട്. അങ്ങനെയാണ് ഇതിന് ശിലാകമാനം എന്നാണ് ഇതിന് പൊതുവെ പറയാറുള്ളത്. അങ്ങ് ദൂരെ കണ്ടില്ല 2 സൈഡിലും ഇങ്ങനെ 2 പ്രതിമകൾ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ട് ഇതേപോലെ പ്രതിമകൾ. അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു 10 മീറ്റർ വിട്ട് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇതേപോലെ പ്രതിമകൾ. അങ്ങനെ നല്ല നല്ല കൊത്ത് പണിയുള്ള നല്ല സൂപ്പർ സംഭവം ഇതുണ്ടല്ലേ, ഇതാണ് അത്. ഈ പാലത്തിൻ്റെ മൊത്തം നീളം 515.8 മീറ്ററാണുള്ളത്. ഇതിൻ്റെ വീതി 9.5 മീറ്ററാണുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പാൻ ഉണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ 16 സ്പാൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. 2 അടിയിൽ അങ്ങനെ നീളത്തിൽ ഈ പാലത്തിൻ്റെ മൊത്തമുള്ളതിൽ ആ സ്പാനിൻ്റെ ഏകദേശം അളവ്, പിന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്പാൻ ഉള്ളത് 13.4 മീറ്ററിലുള്ളത്. 1357 പണി തുടങ്ങിയിട്ട് 1402 ഇതിൻ്റെ പണി തീർന്നത്. ഏകദേശം ഒരു 45 വർഷം എടുത്തുനിന്ന് ഇത് പണി തീരാൻ വേണ്ടിയിട്ട്. 1841 വരെ ഈ വാൾട്ട്വാ നദി ഉണ്ടായിരുന്നു. അത് മുറിച്ചെടുക്കാനുള്ള ഏക മാർഗം ഇതൊന്നായിരുന്നു. അപ്പം അന്ന് ഈ പ്രാഗ് കാസിലിനെ ഈ നഗരത്തിലെ പഴയ പട്ടണത്തിൽ നിന്ന് മറ്റുള്ള സമീപപ്രദേശത്തേക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമായിരുന്നു ഈ ചാൾസ് പാലം. ഇതുണ്ടല്ലോ, ഇവിടെ വേറൊരു ചിത്രം വരക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് റോഡിൻ്റെ സൈഡിൽ കൂടി ഒരുപാട് ഈ ചിത്രം വരക്കലവരും ചിലർ കച്ചവടക്കാരുണ്ട്. ഇതിൽ പിന്നെ വാഹനം ഓടലും നിരോധിച്ചിട്ടുണ്ട്. 1683-നും 1714 ഈ ഇതിലുള്ള മിക്ക ശില്പങ്ങളും സ്ഥാപിച്ചത്. അത് ആരൊക്കെയെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആരാധിച്ചിരുന്ന വിവിധ വിശുദ്ധന്മാരെയും പിന്നെ പല രക്ഷാധികാരികളുടെയൊക്കെയാണ് ഇതിൻ്റെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ. ഇപ്പം ഞാനുള്ളത് ഈ നദിയുടെ നേരെ മുകളിലാണ്, പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ 2 സൈഡിലും കണ്ടില്ലേ, ഇവിടെ ഇതിലെ ബോട്ട് സർവീസ് ഉണ്ട്, ഈ ടൂറിസ്റ്റുകളെയും കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പാൻ ഉള്ളത്. ഈ പൊതുവേ ഈ ടൂറിസ്റ്റേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു യാത്ര നടത്താറുണ്ട്. ഞങ്ങളിപ്പോൾ യാത്ര നടത്തിയിട്ടില്ല, അതിനുള്ള ടൈമില്ല. ഇവിടെ കണ്ടില്ലേ പ്രതിമകളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ 10 മീറ്ററിലും പ്രതിമകളുണ്ട്. ഇവിടെ പ്രതിമകളുടെ ഒരു സമ്മേളനമാണ്. 1978 ശേഷമാണ് ഇവിടെ വാഹനങ്ങളുടെ ഇത് നിർത്തിയിട്ടുള്ളത്, വാഹനങ്ങൾ പോകുന്നത് നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നല്ല രസമുള്ള കട്ടകളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ എനിക്ക് ഈ കട്ട ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഈ യൂറോപ്പിലെ നല്ല ഗ്രിപ്പിൽ നടക്കുകയും ചെയ്യുക, നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും. ടൂറിസ്റ്റുകൾസ് ഈ പ്രാഗിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് കയറും. ഇവിടെ ഒരു പ്രതിമൻ്റെ മെയിൻ്റനൻസ് ഇറക്കുന്നുണ്ട്. പ്രാഗിൽ വന്ന എല്ലാ ടൂറിസ്റ്റേഴ്സും ഈ ചാൾസ് ബ്രിഡ്ജിൽ ഒന്ന് കയറാതെ പോവില്ല. അങ്ങനെയാണിത്. ചരിത്രത്തിലുടനീളം ഈ ചാൾസ് ബ്രിഡ്ജിന് നിരവധി ദുരന്തങ്ങൾ അനുഭവിക്കുകയും പിന്നെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ചാൾസ് ബ്രിഡ്ജ്. 1890 സെപ്റ്റംബർ 2 മുതൽ 5 വരെയുള്ള തീയതികളിൽ ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, ഭയങ്കര. അങ്ങനെ ഈ പ്രാഗിനെ അത് ബാധിക്കുകയും ഈ ചാൾസ് ബ്രിഡ്ജിനെ അത്യാവശ്യം നല്ല കേടുപാടുകൾ വരുത്തുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ആയിരക്കണക്കിന് ചങ്ങാടങ്ങളും മരത്തടികളും മറ്റ് ഫ്ലോട്ടിംഗ് സാമഗ്രികളൊക്കെ ഈ പാലത്തിലേക്ക് ചാഞ്ഞിട്ട് ഇവിടെ വലിയൊരു തടസ്സമായിട്ട് നിന്നിരുന്നെന്ന്. അന്ന് ഈ ഒരു ഒക്കെ കൂടി വന്ന ശേഷം ഇവിടെ
പിന്നെ ഈ 3 കമാനങ്ങളുണ്ട്. ഇതിങ്ങനെ കമാന മോഡലിലാണ്. താഴത്ത് ഞാൻ 16 കമാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ 3 കമാനങ്ങൾ ഇത് തകർന്നു പോവുകയും ചെയ്തു. പിന്നെ 2 തൂണുകൾ വെള്ളത്തിലും തകർന്ന്, പിന്നെ മറ്റുള്ളതൊക്കെ ഭാഗികമായിട്ട് തകർന്നു വരുന്നു. അതൊക്കെ പിന്നെ കുറേ മെയിൻ്റെനൻസ് നടത്തിയിട്ടാണ് ആയിട്ടുള്ളത്. ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻറ്. അന്ന് 1890 പിന്നെ വെള്ളപ്പൊക്കത്തിന് ശേഷം 2002 പിന്നെയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ കുറേ കേടുപാടുകൾ വരുത്തി. അങ്ങനെ ഈ പാലം പുനരുദ്ധാരണത്തിനെ പറ്റിയിട്ട് രാഷ്ട്രീയ സംഘടനകളൊക്കെ പൊതുവെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പാലെല്ലാവരും പിന്നെ പുതുക്കി പണിയാണെന്നുള്ള ഇതിൽ തന്നെയാണ് ഇപ്പോഴും പുതുക്കി പണിതുകൊണ്ട് നടക്കുകയാണ് ഇവിടെ. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പെട്ട സംഭവമാണ് ഈ പാലം. 1890 നടന്ന വെള്ളപ്പൊക്കത്തിൽ ഇവിടെ 2 പ്രതിമകളുണ്ടായിരുന്നു. ആ 2 പ്രതിമകൾ ഈ നദിയിൽ വീണായിരുന്നു. അത് ഒന്ന് ഫെർഡിനാൻഡ് ബ്രോക്കോഫിൻ്റെ സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള എന്ന് പറഞ്ഞ ഒന്നും, പിന്നെ സെൻറ്റ് സേവിയർ എന്ന് പറഞ്ഞ വേറൊന്നാണ് വീണുപോയത്. അതിന് പകരം പിന്നെ ഇവർ കരോൾ ദോറക്കും പിന്നെ വിശുദ്ധരായ സിറിലിൻ്റെയും മെത്തോഡിയൻസിൻ്റെയും പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചത്. 1965 1978 ഈ പാലത്തിൻ്റെ മെയിനായിട്ടുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയത്. അന്ന് ഇവർ തൂണുകളൊക്കെ സ്ഥിരതയൊക്കെ ഉറപ്പുവരുത്തി, ഇവിടുത്തെ എല്ലാ തകർന്ന കല്ലുകളൊക്കെ മാറ്റി. അന്ന് മുതലാണ് 78 ശേഷമാണ് പിന്നെ ഇതിലേക്ക് വാഹനങ്ങൾ കയറുന്നത് നിരോധിച്ചത്. ഇവിടെ ഒരു പിന്നെ ഗിറ്റാർ അടിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ മുന്നിൽ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ടാവും. ആ പാത്രത്തിൽ ഇവിടുത്തെ ചില്ലറ യൂറോകളൊക്കെ ആൾക്കാർ ഇട്ടെടുക്കും. അത് ഇവിടുത്തെ ഒരു സ്ഥിരം പതിവാണ് ഇങ്ങനെ പാട്ട് നടത്തലും. പിന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കാശ് വാങ്ങലൊരു വളരെ കുറവാണ്. കൂടുതലും പാട്ട് പാടിയിട്ടും മ്യൂസിക് ഇട്ടിട്ടും ഒക്കെയാണ് ഇവിടുത്തെ യാചകപ്പിരിവ് കാണാറുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടി വാഹനം ഓടിക്കാത്ത തന്നെയാണ് നല്ലത്. കാരണം ആൾക്കാരെ കൊണ്ട് തന്നെ അമാതിരി തിരക്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ മുകളിലുള്ള ഈ പ്രതിമകളുണ്ടല്ലോ, ഈ പ്രതിമകളൊക്കെ നല്ല ഒന്നൊന്നര പ്രതിമകളാണ്. നല്ല അടിപൊളി മോഡലാണ് അതൊക്കെ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പാലത്തിൻ്റെ പിന്നെ എൻ്റെ ആകാനായിരിക്കുന്നു തുടങ്ങിയ മുതൽ തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗത്ത് എൻ്റെ ഇവിടെ ഒരു കമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത് 2ാം ലോക മഹായുദ്ധകാലത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കവാടം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ സമയം 8:30 അയക്കുന്നു. ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കാനയക്കുന്നു. ഇപ്പോഴും ഇരുട്ട് ആയിട്ടില്ല. സൂര്യൻ അസ്തമയം കഴിഞ്ഞ ശേഷം പിന്നെയൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇരുട്ടൊക്കെ ആകെ ഇവിടെ. ഇപ്പോൾ പകൽ കൂടുതലാണ് ഇവിടെ. ഇവിടെ കുറേ കാര്യങ്ങൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ. ഇങ്ങനെ യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലുള്ളൊരു സംഭവമുണ്ട് ഇവരെ സ്നേഹപ്പൂട്ട്. തീരെ അന്തല്ലാത്തൊരു പരിപാടിയാണിത്. അത് ഇവിടെയുണ്ട്, ആ സ്നേഹപ്പൂട്ട് എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ആ ഭാഗം. കാമുകന്മാർ താക്കോലിട്ട് പൂട്ടിയിട്ട് പിന്നെ നദിക്ക് പിന്നെ ഇത് എറിയുന്നത്, താക്കോൽ എറിയുന്ന സംഭവം. ഇതിപ്പോൾ ഏതൊരു വിദ്വാൻ ഇവിടുന്ന് താക്കോൽ കെട്ടി താഴത്തിറക്കിയിട്ട് അതിനെ പൊന്തിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ ചങ്ങായിയാണ് ഇത് കെട്ടി പൊന്തിക്കുന്നുള്ളത്. അതിലേക്ക് എറിഞ്ഞിട്ട് കയറുമ്പോൾ തന്നെ കെട്ടിയിട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ പിടിച്ച് വലിച്ച് കയറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് അവനാണ് അവൻ. ഇത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഫ്രാൻസിലാണിത് ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് പണ്ട്. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് തന്നെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പിന്നെ ചാൾസ് പാലം, ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻ്റാണിത്. എൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്ക് ഇവിടുത്തെ വേറൊരു ചതുരമുണ്ട്, ചതുരത്തിലേക്ക് പോകണം. എന്ന് റിലീസ് ചെയ്യും.
പ്രാഗ് ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് എന്നാണ് അതിന് പറയുക. അത് കാണാൻ പോവാണ്. ജ്യോതിശാസ്ത്ര ഘടികാരം എന്ന് പറയും മലയാളത്തിൽ തന്നെ. ഈ പോകുന്ന വഴിയിൽ കംപ്ലീറ്റ് ബിയർ കുടിക്കുന്ന ഏരിയകളാണ് കൂടുതലും. അതായത് റെസ്റ്റോറൻറ്റുകൾ, ആ കട കുറച്ച് ഭാഗമുണ്ട്, ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് പുറത്താണുള്ളത്. ആളുകൾക്ക് ജസ്റ്റ് നടക്കാനുള്ള ഒരു വഴി മാത്രം. ബാക്കിയുള്ള ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. ഇപ്പം ഞാൻ കാണാൻ പോകുന്ന ഈ ജ്യോതിശാസ്ത്ര ഘടികാരം ഉണ്ടല്ലോ, അവിടെ അന്തമുട്ട തിരക്കാണ് ഉണ്ടാകുക. കാരണം എല്ലാവരും അവിടെ വന്ന് കൂടും. അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടില്ലേ, ഐ ലവ് പ്രാഗ്. ഇവിടെ ഇങ്ങനെ ഈ സുവനീറും കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനത്തെ കടയിൽ. ഈ 1410 ആദ്യമായിട്ട് അവിടെയുള്ള ഈ ക്ലോക്ക് സ്ഥാപിച്ചത്. ഇത് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും പഴക്കമുള്ള ജ്യോതിശാസ്ത്ര ഘടികാരമാണ്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴയ ക്ലോക്കാണ് ആ ഒരു ഘടികാരം തന്നെയാണ് ഉള്ളത്. ഈ ക്ലോക്കിൻ്റെ മെക്കാനിക്കൽ ഭാഗവും പിന്നെ ജ്യോതിശാസ്ത്ര ഡയലും 1410 മുതൽ തന്നെ ഉള്ളതാണ്. ഇത് പിന്നെ ക്ലോക്ക് നിർമ്മാതാവായ കാഡനിലെ മിക്കുലാസും ചാൾസ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്ര പ്രൊഫസറായ ജാൻ ഷിൻഡൽ എന്നിവരും ചേർന്നിട്ടാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഈ ടേബിളിൻ്റെ നടുക്ക് ഓരോ ഫ്ലവർ ഇങ്ങനെ വെക്കും. കാരണം ഇവിടെ ഇപ്പോൾ അതിന് യാതൊരു ക്ഷാമമില്ല. ഇഷ്ടംപോലെ ഫ്ലവറുകൾ കിട്ടുന്നൊരു മാസമാണ് ഇപ്പോൾ. ഈ തണുപ്പ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ചെറിയ ചൂട് തുടങ്ങുന്നൊരു ഭാഗമാണ് ഇവിടെ. ഇതിൻ്റെ കട്ടയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലത്ത് ഒരു തരി മണ്ണ് എവിടെയും കാണൂല, അങ്ങനെയാണുള്ളത്. ചെരുപ്പില്ലാണ്ട് തന്നെ നമുക്ക് വേണേൽ നടക്കത്തിലൊക്കെ. ഈ പ്രാഗിലെ ഓൾഡ് ടൗൺ സ്ക്വയർ എന്നാണ് ഈ ഭാഗത്തിന് പറയുക. ഈ ഒരു ഭാഗം, അതായത് ഈ ചാൾസ് ബ്രിഡ്ജ് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഈ പോകുന്ന ഈ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി അങ്ങനെ പോകുന്ന ഈ ഒരു ഭാഗമാണ് ഓൾഡ് ടൗൺ സ്ക്വയർ. ഈ പ്രാഗിൽ ഗോതിക്ക് പിന്നെ ബറോക്ക് ഈ ഒരു വാസ്തുവിദ്യയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ കൂടുതലുള്ളത്. യൂറോപ്പിൽ തന്നെ പൊതുവെ ഇങ്ങനത്തെ ഈ 2 വാസ്തുവിദ്യയിലുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ജർമ്മനിയിലും അങ്ങനെ തന്നെ ഉള്ളത്. അങ്ങ് ഫ്രണ്ടിൽ ആ ബിൽഡിങ്ങിൻ്റെ ഡോറിൻ്റെ സൈഡ് കണ്ടില്ല 2 പ്രതിമകൾ. ഈ പൊതുവെ യൂറോപ്പിൽ ഇതിന് യാതൊരു ക്ഷാമമില്ല. ഇറ്റലിയിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനത്തെ പ്രതിമ. അതും മാർബിളിലാണ് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല മിനുസുള്ള മാർബിളിൽ അടിപൊളിയാക്കിയിട്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് എണ്ണം ഉണ്ട് അവിടെ ഈ ഇറ്റലിയിലുള്ളത്. ഇവിടുത്തെ ഈ സ്ക്വയറിൽ ഈ ക്രിസ്തുമസ്, ഈസ്റ്റർ എന്നീ സമയങ്ങളിലൂടെ ചന്തകളൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ചന്തല്ലേ, അതേപോലത്തെ ചന്തകൾ നടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ഇതിങ്ങനെ ഇടുങ്ങിയ ഇതിൽ കൂടി അങ്ങനെ പോകണം. അങ്ങനെ പോയി അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഈ സ്ക്വയർ എത്തുക. പൊതുവേ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലെയും സ്ക്വയർ എത്തിപ്പെടൽ. ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം എത്താനായിരിക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ലേ, ആ ഒരു ഭാഗമാണ് ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗം. പോലീസുകാർ ഇവിടെയുണ്ട് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ വിദേശികളും ഒരുപാടുണ്ട്. ഇവിടെ ഒരാൾ ബിയർ കുടിക്കുന്നുണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ ഗ്ലാസിൻ്റെ വലുപ്പം കണ്ടില്ലേ, 500 മില്ലി ഒരൊറ്റ ഗ്ലാസ് ഉള്ളതാണ് ഈ ഒരു ഗ്ലാസ്. 500 മില്ലിൻ്റെ ഗ്ലാസ്സാണ്. അമ്മാതിരി വലുപ്പമുള്ള ഗ്ലാസ്സാണ് ഇവിടെ ഉള്ളത്. ബിയർ ഗ്ലാസ് എന്ന് തന്നെ അതിന് പറയുക. Give you some snacks. ലോകത്ത് ഏറ്റവും കൂടുതൽ ബിയർ ഉപയോഗിക്കുന്നവരാണ് ഈ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള ആളുകൾ. ഈ റോഡിൻ്റെ ഈ ഭാഗത്തിരുന്ന് കുടിക്കുന്നവരൊക്കെ പിന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ബിയർ കഴിക്കുന്നവരെ മുന്നിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം വലിയ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 1.5 വലുപ്പമുള്ള ഗ്ലാസ്സാണ്. നമ്മുടെ സാധാരണ ഗ്ലാസ്സല്ല, ഒരു 500 മില്ലി കൊള്ളുന്ന ഗ്ലാസ്. നമ്മളവിടെ ഗ്ലാസിൻ്റെ മാക്സിമം 300 മില്ലി അല്ലേ. ഇത് 200 മില്ലിയോട് കൂടിയിട്ടുള്ള ആ ഒരു പിന്നെ വലുപ്പമുള്ള ഗ്ലാസ്സാണുള്ളത്. ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ് ഈ കാണുന്നതൊക്കെ.
ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ആ ക്ലോക്ക്. അങ്ങ് ദൂരെ കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ, അതാണ് മറ്റേ ജ്യോതിശാസ്ത്ര ഘടികാരം എന്ന് പറഞ്ഞ ഘടികാരം. ഇത് അതിൻ്റെ ഒരു ടവറാണ്, ക്ലോക്ക് ടവർ എന്നും പറയും അതിനിവിടെ. അപ്പം അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് കാണാം. ഈ പ്രാഗിലെ പഴയ ടൗൺ ഹാളിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു മധ്യകാല ജ്യോതിശാസ്ത്ര ഘടികാരമാണ് ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ഹോളുണ്ട്, അതിലാണ് അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുക. 8 മണിക്കാണ് അതിൻ്റെ ആ പ്രവർത്തനം നടക്കുക. ഇപ്പോൾ സമയം ഇനി ഒരു 10 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ തൊട്ട പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ കുതിരവണ്ടിയിൽ ഇങ്ങനെ ഇത് ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ഈ കുതിര സവാരി. അതായത് ഞാൻ മുമ്പ് പോയ സമയത്തും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. കുതിരയിൽ ഒരു പോകുന്നതാണ് അവർക്കൊരു പ്രസ്റ്റീജാണ്. ഇങ്ങനെ കുതിരയിൽ ഇങ്ങനെ ഈ സിറ്റി ഒന്ന് കറങ്ങി നടക്കുക എന്നുള്ളത് അവർക്കൊരു വെയിറ്റാണ്. എല്ലാ രാജ്യത്തിൻ്റെയും മെയിൻ സിറ്റിയിൽ ഒരു സ്ക്വയർ ഉണ്ടാവും, ആളുകളെല്ലാവരും കൂടുന്നത്. ഞാൻ മുമ്പ് ഹനിഡ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ ഒരു സ്ക്വയറാണ് പ്രാഗിലുള്ള. ചെക്കിൻ്റെ ക്യാപിറ്റലാണ് പ്രാഗ്. മുമ്പ് അത് ചെക്കോ സ്ലോവാക്യായിരുന്നു. ഇപ്പം ചെക്ക് വേറെയാണ്, സ്ലോവാക്യ വേറെയാണ്. ഈ ഭാഗത്ത് ആളുകൾ പ്രധാനമായിട്ടും വരുന്നത് ആ മറ്റേ ജ്യോതിശാസ്ത്ര ഘടികാരത്തിൽ നിന്ന് വരുന്ന ആ മണിക്കൂറിലുള്ള ആ അലാറം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മണിക്കൂറിൽ വന്നിട്ട് അത് കണ്ടു പോവുക. പിന്നെ ഇവിടെ ബിയർ കുടിക്കുക. പിന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ബിയർ ചിലവാകുന്ന രാജ്യമാണ് ഈ ചെക്ക് റിപ്പബ്ലിക്കിലെ ഈ ക്യാപിറ്റലായ പ്രാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. പൊതുവെ പ്രാഗിൽ മാത്രമല്ല, ഈ ചെക്ക് എന്ന് പറഞ്ഞ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ബിയർ ചിലവാകുന്ന ഒരു രാജ്യമുള്ളത്. അങ്ങനെയാണ് വേൾഡ് കണക്കുള്ളത്. ഒരു ചൈനക്കാരത്തി ഫോട്ടോക്ക് പോസ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഇത് പ്രാഗിലെ ഒരു പ്രസിദ്ധമായ ഒരു ക്ലോക്കാണ്, ആസ്ട്രോണമി ക്ലോക്ക്. അപ്പോൾ ഇവിടെ 8 മണിക്ക് ഒരു സംഭവം നടക്കാനുണ്ട്, ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം 2 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ ജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത്. അനങ്ങില്ല. Da könnte ich gar nicht oberschauen. Ja, jetzt ist es soweit. Jetzt geht es aus. Verboten ist er hier. Der Vorbeigang ist nicht so. ഈ 8 മണി അടിയുന്ന കാണാനും പിന്നെ ആ നീങ്ങുന്നത് കാണാനാണ് ആളുകൾ നിന്നത്. ഇത് പന്നിയിറച്ചി ചുടാണ്. ഫ്രഷ് കഴിക്കുന്നവർക്ക് ലൈവായിട്ട് കഴിക്കാം.
നിങ്ങൾ ആട് ചുടുന്നല്ല കണ്ടിട്ടുള്ളല്ലോ, ഇത് പന്നിയിറച്ചി ചുടുന്ന സംഭവമാണ്. യൂറോപ്പിലെ ഇവരെ ഭക്ഷണത്തിൻ്റെ മെയിൻ ഭാഗം പന്നിയാണ്. ഇവിടേക്കുള്ള ഹോട്ടലിൽ പന്നി കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഞാനൊക്കെ പ്രത്യേകം ചോദിച്ചിട്ട് കഴിക്കാറാണ് അവിടെ. കാരണം ചെറുതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ചെറുതും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ട്. പന്നിയും പിന്നെ ബിയറൊക്കെ ഇവരെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പന്നി ഇവരെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു ഭാഗമാണ്. രണ്ടും നമുക്ക് പറ്റാത്ത സാധനമാണ്. ഫുഡ് പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്പിൽ വന്നാൽ അത്ര അങ്ങോട്ട് ഉഷാറായി കിട്ടൂല നമുക്ക് കഴിക്കാനുള്ള അവസരം. ഫുഡ് തുർക്കിയാണ് ഏറ്റവും സൂപ്പർ. ഇത് സിറ്റിയിലൂടെ എങ്ങനെ ഓടുന്ന ചെറിയൊരു ഓട്ടോറിക്ഷയുടെ ടയറിൽ അങ്ങനത്തെ ആ ടയർ ഇട്ടിട്ട് ട്രെയിനിന്റെ മോഡലുള്ള സോപ്പും പെട്ടി വണ്ടി എന്നറിയില്ലേ, ആ ഒരു ടൈപ്പ് സാധനം. ഇത് ഇവിടുത്തെ സൈക്കിൾ സ്റ്റാൻഡാണ്. സൈക്കിൾ സ്റ്റാൻഡിൽ സൈക്കിള് പിന്നെ വാടക കൊടുക്കുന്നതുമാണ്. മറ്റേ ഇലക്ട്രോണിക് സ്കൂട്ടറാണ് ഈ കാണുന്നത്. ഇത് CZ, അതായത് ഇവിടെ ചെക്കിൻ്റെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണുന്നത്. ചെക്ക് പ്രാഗിലെ ഇവിടെ കണ്ടില്ലേ, മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മരത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ തടം വേറെ തന്നെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. അവിടെ ഈ ഒരു ഭാഗത്ത് പിന്നെ ജൂതന്മാർ താമസിച്ചിരുന്ന ഏരിയയാണ്. ഇവിടെയാണ് ജൂതന്മാരുടെ ഒരു കോളനിയാണ് ഈ ഒരു ഭാഗത്ത്. ജൂതന്മാർ അവരങ്ങനെയാണ്, ഒരു സെറ്റായിട്ടാണ് അവർ താമസിക്കുക, കൂട്ടമായിട്ട് അവർ അങ്ങനെയാണ് അവരെ പരിപാടി. ഇസ്രായേലിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, അവർ മാത്രം സെപ്പറേറ്റാണ് താമസിക്കുക. അവരെ റൂഫിൻ്റെ മുകൾ ഭാഗം ചുവപ്പ് കളറിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും. കാരണം മറ്റവർ വല്ല ബോംബിടുന്നതാണെങ്കിൽ അത് പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ പിന്നെ ഈജിപ്റ്റ് എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നത്. ആ ഒരു ഏരിയ മാത്രം ഒരു കൂട്ടമായിട്ടാണ് താമസിക്കുക. അവിടെ അവർക്ക് ഗവൺമെൻറ് അങ്ങനെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താണ് താമസിക്കാനുള്ള സൗകര്യം. ഈ റെഡ് കാണുന്നത് ഇവിടെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ എൻജിനീയേഴ്സിനും മറ്റും താമസിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക ഷെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ പ്രാഗ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സൂപ്പർ പഴയകാല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഉള്ളത് പ്രാഗില്, ചെക്കിന്റെ ക്യാപിറ്റൽ. അപ്പൊ ഇവിടുത്തെ കുറച്ച് സിറ്റി കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ, അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് പ്രാഗിലെ ബസ് സർവീസാണ്. ഇവിടുത്തെ ബസ് പിന്നെ മെട്രോ ട്രെയിന് ഇത് കംപ്ലീറ്റ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളത്. പ്രൈവറ്റ് ആയിട്ടുള്ള ഇതൊന്നും ഇല്ല എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞ്. ഇപ്പോൾ സമയം 8:12 ആയിരിക്കുന്നു. സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല, അസ്തമിക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ഏകദേശം 8:30 മണിയാണ് ഇവിടെ സൂര്യാസ്തമയം കാണാറുള്ളത്. 8:30 മണിയാൽ തന്നെ ഒരു 9 മണിയാവും ഇരുട്ടാവണമെങ്കിൽ. ഇതിവിടെ ഈ ക്രൂയിസ്, ഈ വാൾത്താവ നദിയിലൂടെ ഉള്ളൊരു യാത്ര ഉണ്ട്. ആ യാത്രക്കുള്ള പിന്നെ ബോട്ടുകളും ഒക്കെ നിർത്തിയിരുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഈ ബോട്ട് യാത്രക്കുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നഗരത്തെ മറ്റൊരു വീക്ഷണ കോണിൽ നിന്ന് കാണാനും അതിൻ്റെ പല ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചൊക്കെ അറിയാനുള്ളൊരു മാർഗ്ഗമാണ് ഈ ക്രൂയിസ് യാത്ര. ഇപ്പം നമുക്കൊരു ടൈമില്ലാത്തതുകൊണ്ടാണ് ഇതിൽ പോകാത്തത്. അത്യാവശ്യം ഇവിടെ കറങ്ങി കണ്ടു കഴിഞ്ഞു. ട്രാമിനൊന്നും ഇവിടെ യാതൊരു ക്ഷാമമില്ല ഇവിടെ. അതിനനുസരിച്ചിട്ട് ആളുകളൊന്നും ഇവിടെ തീരല്ല. ഇത് പ്രാഗിലെ വിൾത്താവ റിവർ. ഇതിൽ ക്രൂയിസ് നടത്താറുണ്ട്. ഈ എല്ലാ രാജ്യത്തും ഇതേപോലെ ക്രൂയിസ് ഉണ്ടാവും ഈ ഇതിൽ റിവറിലൂടെ. അത് ഇവിടുത്തെ വേറെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് അതിലിങ്ങനെ കാണാം. ഈ നെതർലാൻഡിൻ്റെ ക്യാപിറ്റൽ ഉണ്ട് ആംസ്റ്റർഡാം. ഈ ആംസ്റ്റർഡാമിൽ ഇതുപോലെ നല്ല അടിപൊളി ക്രൂയിസാണ്. ഞാൻ മുമ്പ് അതിൻ്റെ ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു.
ഇവിടുത്തെ കോളേജ് കുട്ടികളാണ് പോകുന്നത്. അതുപോലെ ലണ്ടനിലെ തേംസ് നദിയിൽ ഇതേപോലെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ഒരു ക്രൂയിസ് ഉണ്ട്. അതും നല്ല അടിപൊളി ക്രൂയിസാണ്. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ക്രൂയിസ് യാത്ര. പ്രാഗിലെ കോളേജ് കുമാരികളൊപ്പം ഒരു സെൽഫി വീഡിയോ എടുത്താണ്. ഇതൊരു ഇതുപോലെ ആളുകളെ കൊണ്ടുപോകുന്നൊരു ക്രൂയിസാണ്. ഇതിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിരിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് എല്ലാ കാഴ്ചകളും കാണുക. പക്ഷേ മഴ അങ്ങനെ എന്തെങ്കിലും പെയ്യുകയാണെങ്കിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉള്ളിലാണ് ഉത്തമം. പക്ഷേ ഏറ്റവും സൂപ്പറായിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പാണ്. കംപ്ലീറ്റ് നമുക്കിങ്ങനെ കറങ്ങി കാണാം. ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇതേപോലെ തേംസ് നദിയിലുണ്ടായിരുന്നു. അത് ഇതേപോലെ മുകളിലാണ് കയറിയിരിക്കൽ. പൊതുവെ വയസ്സന്മാരധികവും ഇതിൻ്റെ താഴത്താണ് ഇരിക്കാറുള്ളത്. അത് അവർക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. താഴെ ഫ്ലോറിലായിരിക്കാരെല്ലാവരും. ഈ നിർത്തിയിട്ട ബസ്സുകളൊക്കെ ഈ പ്രാഗിൽ വന്ന ടൂറിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ബസ്സുകളാണ്. ഒക്കെ നല്ല അടിപൊളി സൂപ്പർ ബസ്സുകളാണ്. നമ്മളെ ബസ്സിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബസ്സാണ് ഇവിടുത്തെ ഈ നാട്ടുകാരെ ഫുട്ബോൾ ടീമിനെ കൊണ്ടിറക്കുന്ന ബസ്സാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ ഈ ദേശീയ ഫുട്ബോൾ ടീമിനെ കളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ബസ്സാണിത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ്. ഇനി നമുക്ക് ഈ പ്രാഗിൻ്റെ സിറ്റി ഒന്ന് കംപ്ലീറ്റ് ബസ്സിലൊന്ന് കറങ്ങിക്കാണാം. ബസ്സിലൊന്ന് കറങ്ങിക്കാണാൻ നല്ല സുഖമാണ്. കാരണം കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങളും നമുക്ക് അങ്ങനെ കണ്ടങ്ങനെ പോകാം. ഞാൻ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്, നമ്മുടെ മൈക്കിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത്. ഇത് നമ്മുടെ ഇവിടുത്തെ റിവറാണ് ഈ വലതുഭാഗത്ത് കാണുന്നത്. ഇടതുഭാഗത്ത് കുറച്ച് കാടുകളൊക്കെയാണ്. വോൾത്താവ റിവർ, അതാണ് ഈ റിവർ. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിരിക്കുന്നത്, എല്ലാ പട്ടണങ്ങളുടെ ഇടയിലും ഒരു റിവറുണ്ടാവും. റിവറിനെ അനുബന്ധിച്ചിട്ടാണ് അവിടെ ഒരു പട്ടണം വളരൽ. ഈ റിവറിൻ്റെ സൈഡിലൂടെ ഒരുപാട് പഴയകാല കെട്ടിടങ്ങളും പ്രാഗ് കോട്ടയും ഒക്കെ മുമ്പ് ഞാൻ കാണിച്ചിരുന്നില്ല. അതൊക്കെ ഈ ഒരു റിവറിൻ്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പം സമയം രാത്രി 8:30 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സൂര്യനിങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ പകൽ കൂടുതലുള്ള സമയമാണ് യൂറോപ്പിൽ. പകൽ കൂടുതലുള്ള സമയം യൂറോപ്പിൽ വരികയാണ് നല്ലത്. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരിക്കും. നമുക്ക് ഒരുപാട് ടൈം കിട്ടുകയും ചെയ്യും. നേരത്തെ വെളുക്കുകയും ചെയ്യും. ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കും. ഒരു 8:30 ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കുള്ളും ഇരുട്ടാവുക. ഇവിടെ ഒരു സെൻറ്റ് ആഗ്നസ് ഓഫ് ബൊഹീമിയസ് കോൺവെൻ്റ് ഉണ്ട്. അത് ഇവിടുത്തെ 13-ാം നൂറ്റാണ്ടിൽ ഈ ബൊഹീമിയയിലൊരു രാജകുമാരനായിരുന്നു. സെന്റ് ആഗ്നസ് എന്നായിരുന്നു അവളുടെ പേര്, ചെക്ക് രാജകുമാരി. അവൾ തൻ്റെ ഈ രാജകീയ പദവിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കന്യാസ്ത്രീ ആകാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു മനോഹരമായൊരു ഗോത്തിക് കെട്ടിടമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റ് ആഗ്നസ് ഓഫ് ബൊഹീമിയസ് കോൺവെൻറ്റ്. അവിടെ ഈ മധ്യകാല കലകളുടെയും പുരാവസ്തുക്കളുടെയും ശേഖരം ഉൾക്കൊള്ളുന്നൊരു മ്യൂസിയമാണ് ഇപ്പോൾ ആ കോൺവെൻ്റ് ഉള്ളത്. ചിലവർക്ക് ഈ യാത്രയിൽ ക്രൂയിസ് യാത്രയാണ് കൂടുതൽ ഇഷ്ടം വരിക. അതങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവുകളിലുള്ള ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ അവരെ ഭയങ്കര അസ്വസ്ഥമാക്കും. അങ്ങനത്തെ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിലൂടെയുള്ള കാഴ്ച, റിവറിലൂടെയുള്ള യാത്ര അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് കൂടുതൽ താല്പര്യം അതായിരിക്കും ഈ റിവറിലൂടെ അങ്ങനെ പോകാനുള്ളത്. ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ രാജ്യത്തെ പതാക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു പതാകയിൽ ഹാഫ് റെഡും ഹാഫ് യെല്ലോ ആണ്, അങ്ങനെ നീളത്തിൽ. ഇവിടെയൊക്കെ ഈ റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ ഇവിടെ ഡിജിറ്റലിൽ ഇങ്ങനെ കാണിക്കും, ഇത്ര ഡിഗ്രി എന്നുള്ള നിലക്ക്. അത് ഹൈവേയിലുണ്ട്, ഇതുപോലെ ടൗണുകളിലും കാണാം. ഈ പ്രാഗിൻ്റെ കാലാവസ്ഥ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന ഊഷ്മളമായ ഒരു വേനൽക്കാലം ഉള്ളത്, അതുപോലെ ഒരു തണുത്ത ശൈത്യകാലമുണ്ട്. പിന്നെ ചില സമയത്ത് മീതോഷ്ണ സമുദ്ര കാലാവസ്ഥയും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കെട്ടിടമാണ് ഇവിടുത്തെ
നാഷണൽ മ്യൂസിയം. പിന്നെ ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് സ്ട്രീറ്റ്. അതെന്താ വെച്ചാൽ ഇവിടെ നൈറ്റ് ലൈഫ്, റെഡ് സ്ട്രീറ്റ് ഉള്ളൊരു ഏരിയയാണ്. അത് പൊതുവേ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലുണ്ട് റെഡ് സ്ട്രീറ്റ്. രാത്രി ആയിക്കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഉള്ളൊരു ഏരിയയാണ്. ഈ ഒരു സിഗ്നൽ കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്ട്രീറ്റ്, അവിടേക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഒന്നായിട്ട് അവർ കൊണ്ടുപോയിക്കാളും. ഈ ഒരു സ്ട്രീറ്റാണത്. നമ്മുടെ ഡ്രൈവർ പിന്നെ മൈക്കിൾ, അദ്ദേഹം ഈ നാട്ടുകാരനാണ്, പ്രാഗ് നാട്ടുകാരനാണ്. ഇവിടെ ഈ പ്രൈവറ്റ് ടാക്സികളിൽ ഒരിക്കലും കയറരുത് എന്നാണ് പുള്ളിക്കാരൻ പറയാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഊബർ ഉണ്ടാവും, അതല്ലെങ്കിൽ ഇവിടുത്തെ ട്രാം ഉണ്ട്, അതല്ലെങ്കിൽ മെട്രോ. അതായത് പ്രൈവറ്റ് ടാക്സികളിൽ കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇവിടെ നിന്നൊരു തിരക്കില്ലാതെ ഉണ്ടല്ലേ. പൊതുവേ യൂറോപ്പിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് കടകളൊക്കെ പൂട്ടും. അത് അത്യാവശ്യം മെയിൻ അവിടുത്തെ സ്ക്വയർ ഏരിയയിലുണ്ടല്ലോ, ഓരോ പട്ടണത്തിൻ്റെയും സ്ക്വയർ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട, അവിടുത്തെ കുറച്ച് കടകൾ തുറക്കുക എന്നല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ കടകളും ഇതൊക്കെ നേരത്തെ പൂട്ടും. അങ്ങനെയാണ് ഈ പൊതുവേ ഈ യൂറോപ്പിലും യു കെയിലൊക്കെ അങ്ങനെയാണുള്ളത്. യു കെയിലാണ് പ്രത്യേകിച്ചും നേരത്തെ തന്നെ അത് പൂട്ടൽ. പിന്നെ രാത്രി നൈറ്റ് ക്ലബ്ബുകളും അങ്ങനത്തെ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രാത്രി തുറക്കാറുള്ളത് ഇവിടെ. ഇതിവിടുത്തെ ഒരു സൂയിസൈഡ് പാലം എന്ന് പറയും. ഇതൊരുപാട് താഴ്ചയിലാണ്, ഒരുപാട് പില്ലർ പൊന്തിച്ചിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ താഴെയാണ് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഞാൻ പിന്നീട് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ താഴത്ത് കണ്ടില്ല ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും, പിന്നെ അതുപോലെ മരങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ സൈഡ് കംപ്ലീറ്റ് ഉയർത്തി കെട്ടിക്കുകയാണ്, അങ്ങോട്ടേക്ക് പുറത്തേക്ക് ചാടാതിരിക്കാൻ. പലതവണ പലരും ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് ആത്മഹത്യ പോയിന്റ് എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്. ഒരുപാട് നീളമുണ്ട് ഈ ഒരു പാലത്തിന്, ഒരുപാട് താഴ്ചയുണ്ട് ഈ ഒരു ഭാഗം. പ്രാഗ് സിറ്റി തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഈ രണ്ട് ഭാഗം ഒരു കൊല്ലി മോഡലിലാണ്. ആ ഒരു നമ്മുടെ വയനാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരുപാട് താഴ്ചയിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ ആ അറ്റവും ഈ അറ്റവും തമ്മിൽ നല്ല ഉയരമുള്ള തൂണായിട്ട് ബന്ധിപ്പിച്ചാണ്. ഇപ്പം പ്രാഗിലെ സിറ്റിയിൽ കാഴ്ച കണ്ടിട്ട് നേരെ നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്, ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോകണം. ഇവിടെ റെസ്റ്റോറൻ്റാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം, അങ്ങനെയാണ് ഉള്ളത്. ഇവിടെ യൂറോ അല്ല ഈ നാട്ടിൽ ഉപയോഗിക്കുന്നത്. സാധാരണ പിന്നെ യൂറോപ്പിലൊക്കെ യൂറോ ആണല്ലോ ഉപയോഗിക്കുക. പക്ഷേ ഇവിടുത്തെ കറൻസി എന്താ വെച്ചാൽ ചെക്ക് കൊറോണ എന്നാണ് പറയുക. അതായത് കൊറോണ അല്ല, ചെക്ക് കൊറോണ. അത് ഏകദേശം ഒരു ഇവിടുത്തെ കൊറോണക്ക് ഇന്ത്യൻ മണി 3.25 ഉറുപ്പ്യാണ്. അത് ഏകദേശം ഇങ്ങനെ ഇപ്പോഴത്തെ റേറ്റിൽ അങ്ങനെ ചില സമയത്ത് മാറിക്കൊണ്ടിരിക്കും, ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ യൂറോ അല്ല ഉപയോഗിക്കുക. യൂറോ ഇവിടെ എടുക്കുന്നുണ്ട്, ഡോളർ എടുക്കും, കടയിലൊക്കെ അത് രണ്ടും എടുക്കും അവർ, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയാണ്. നമ്മളെ പലർക്കും മൂത്രം കഴിക്കാൻ മുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്നത്തെ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഞാനും ഒന്ന് സ്പീഡിൽ പോവുകയാണ്, മൂത്രം കഴിക്കണം. ഇവിടെ പൊതുവെ മൂത്രം കഴിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ റെസ്റ്റോറൻറ്റിലും പിന്നെ വഴിയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ്. ഇവിടെ സാധാ ഫ്ലോറിൽ നിന്നും താഴേക്കാണ് പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളുള്ളത്. അപ്പം ഞാനും ഒന്നങ്ങോട്ട് പോകണം. നമ്മളെ സ്വാമി സാറ് ഓടി പോകുന്നുണ്ട്, പുള്ളിക്കാരന് അത്യാവശ്യം നല്ലോണം മൂത്രയിക്കാൻ മുട്ടുണ്ട് തോന്നുന്നു. പൊതുവേ ഇവിടുത്തെ ടോയ്ലറ്റിലൊന്നും വെള്ളത്തിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഡൈനിങ്ങും ഒക്കെ ഒന്ന് കാണാം, ഭക്ഷണമൊക്കെ എന്തൊക്കെയൊന്ന് കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടോളൂ.
കുറച്ച് നാൻ റൊട്ടിയും സ്വല്പം ബസുമതി റൈസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ മറ്റേ സാധനമുണ്ട്, ലിക്കറും ഇവിടെ സ്ഥിരം കൊടുക്കും. ഒരു ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അത് പൊതുവേ യൂറോപ്പിൽ അങ്ങനെ തന്നെയാണ് വെക്കാറ്. ഇതിൻ്റെ ഒരു ഇവരെ ലൈഫിലൊരു ഭാഗമാണ് ഈ ഒരു ലിക്കർ എന്നുള്ളത്. ഇതിവിടുത്തെ ടേബിളും കസേരകളൊക്കെ ഒരു പ്രത്യേക തരം കസേരയാണ്, ഒരു മരത്തിൻ്റെ തന്നെയാണ് ഒക്കെ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇരിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം കുറച്ച് സ്വീറ്റും കാര്യങ്ങളും അതുണ്ട്. ഞാനപ്പം ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പോകാനുള്ള പരിപാടിക്ക് നിൽക്കണം. കുറച്ച് വൈഫൈ ഉണ്ട്, അപ്പോൾ വൈഫൈയും കുറച്ച് നേരം തോണ്ടിയിരിക്കണം മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു സമയത്തിനുള്ളിലായിട്ട്. नाम क्या है? रवनीश. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നേരെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം, പ്രാഗിലേക്ക്. പ്രാഗിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. സുപ്പീരിയർ ഹോട്ടലാണ് പ്രാഗ്. അത് ലെഗ്രോവലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്രാഗിലെ രാത്രി നമുക്കിങ്ങനെ കാണാം. ഇപ്പോൾ ഇരുട്ടായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. ഇവിടെ ഡിന്നർ കഴിച്ച ഹോട്ടലുണ്ടല്ലോ, അത് ഇവിടുത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യന്മാരതാണ്, ഡൽഹിക്കാരെ ഹോട്ടലാണ്. ഇവിടെ ഇന്ത്യക്കാർക്ക് ഒരുപാട് അങ്ങനത്തെ ഹോട്ടലുകളുണ്ട്. അവിടെയാണ് ഒരു ബസുമതി റൈസ് ഉണ്ടാവും എന്തായാലും, പിന്നെ ഒരു നാൻ ഉണ്ടാവും, ഒരു ചിക്കൻ്റെ ഒരു കറി, പിന്നെ കുറച്ച് സൂപ്പ്, പിന്നെ കുറച്ച് ഇലകൾ, കുറച്ച് ക്യാരറ്റ്, കാബേജ്, ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ വൈഫൈ എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ, അങ്ങനെ ഒരു സമാധാനമുണ്ട്. അങ്ങനെ നമ്മുടെ ഹോട്ടൽ എടുത്തിരിക്കുന്ന സുപ്പീരിയർ ഹോട്ടൽ. ഇതൊക്കെ ഒരു പഴയകാല കെട്ടിടമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. പാർക്കിംഗ് ഒക്കെ റോട്ടിൽ തന്നെ ഉള്ളത്. ഇവിടെയൊക്കെ പാർക്കിംഗ് ഒക്കെ പേയ്മെൻറ്റ് പാർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഗൈഡിൻ്റെ ഒപ്പം ഞാനും അങ്ങോട്ട് അകത്തേക്ക് കയറി. ഇതിവിടെ ഒരു ചെറിയ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളെ റൂം കീ കിട്ടണം. റൂം കീ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോവുക, പിന്നെ അവിടെ നിന്ന് ഫ്രഷ് ആകുക. ഇവിടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൂം കീ കിട്ടിയിട്ടുണ്ട്. 306 റൂം. അത് 3ാം നിലയിലാണ്. ഇവിടെ അങ്ങനെ ചെറിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കാനാണ്. ഇതാണ് നമ്മുടെ സുപ്പീരിയർ ഹോട്ടൽ പ്രാഗ്. ഇതുവരെ വിസിറ്റിംഗ് കാർഡ്. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറിയിരിക്കുന്നത്. ഇനി നേരെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ റൂമിലേക്ക്. ഇവിടെ പിന്നെ ലിഫ്റ്റിന് യാതൊരു കുറവ്. ഇത് ലിഫ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഒരു ഡോറുണ്ട്. ആ ഡോർ അങ്ങോട്ട് കടന്നിട്ട് പിന്നെ ഒരു പാസേജ് ഉണ്ട്. ഈ പാസേജിലൂടെ അങ്ങനെ അങ്ങോട്ട് പോകണം. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റൂം 306. അപ്പോൾ അതിൽ മറ്റേ ഇനി താക്കോലിടണം. ഇവിടെയൊക്കെ മറ്റേ ടൈപ്പാണ് ഇപ്പോൾ ഉള്ള അത്. അങ്ങനെ റൂം തുറന്നിട്ടുണ്ട്. ഇനി നമ്മളതിൽ ആ കാർഡ് അതിലിട്ടെങ്കിലുള്ള ലൈറ്റ് എത്തുള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ റെഡിയായി. ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം. ഇവിടെ 1, 2 ഒരു ഡബിൾ കട്ടിലുണ്ട്, പിന്നെ ഒരു സിംഗിൾ കട്ടിലുണ്ട്. പിന്നെ അങ്ങനെ ഡബിൾ കട്ടിലാണ്, പിന്നെ 2 കട്ടിലുണ്ട്. 2 സിംഗിൾ കട്ടിലും പിന്നെ ഒരു ഡബിൾ കട്ടിലുമാണ്. ഇനിയിപ്പോൾ ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ പുറത്തൊരു സ്ട്രീറ്റ് ഉണ്ട്. ഇരുട്ട് അധികം പിന്നെ കടകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഇതാണ് നമ്മുടെ റൂം. ഇനിയൊരു ടോയ്ലറ്റ് നമ്മളെ ഹാൻഡ് ഷവറില്ല. പിന്നെ ഒരു കുളിക്കുന്നൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ അക്കോമഡേഷൻ. പ്രാഗിലെ ഒരു സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് ഇതുള്ളത്. ഞാനിന്ന് കർട്ടൻ തുറന്നു നോക്കിയതാണ്. രാത്രി റോഡ് സൈഡിൽ തന്നെയാണ് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. ഇപ്പോഴും ട്രാഫിക് അത്യാവശ്യമുണ്ട്, നല്ലോണം ഉണ്ട്.
അപ്പോൾ ഞാനിനി ഉറങ്ങാൻ പോവുകയാണ്. പ്രാഗിലെ നമസ്കാര സമയമാണ്. 2:28 സുബഹി ഇവിടെ ഉള്ളത്. 11:08 യശ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീച്ചാണ്. ഇനി ബാത്റൂമിൽ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആകണം. അപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാണ്. പൊതുവേ എൻ്റെ സ്ഥിരം സ്വഭാവം രാവിലെ ഞാൻ നേരത്തെ എണീച്ച് ഗുളിക കഴിഞ്ഞിട്ട് റൂമിൽ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. റിസപ്ഷനിലെത്തണം. ഇതിപ്പോൾ റിസപ്ഷനാണ്. റിസപ്ഷനിൽ ഇനി നേരെ പുറത്തേക്ക് കിടക്കുക. അപ്പോൾ സൂര്യൻ ഉദിച്ചിരിന്ന് ഇവിടെയാണ് നമ്മുടെ മെയിൻ വാതിലുള്ളത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കുന്നു. ഇത് ചെക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്. ഞങ്ങൾ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പ്രാഗിലെ ഇന്നത്തെ ഇവിടെ രാവിലത്തെ കുറച്ച് മോർണിംഗ് കാഴ്ചകളും ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ട് കാണണം. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ. ഇവര് പറാഗ എന്നൊക്കെ പറയും. ഇവരെ ഭാഷ വേറൊരു മോഡലാണ്. പറഞ്ഞാൽ നമുക്ക് തിരിയില്ല. ഇവിടുത്തെ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ എപ്പിസോഡിലുള്ളത്. യൂറോപ്പിലാണ്, കിഴക്കൻ യൂറോപ്പാണ് അത്. മറ്റുള്ള രാജ്യങ്ങൾ ജർമ്മനീൻ്റെ അവിടെ നിന്നൊരു കുറച്ച് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ എത്തുന്നതാണ്. മ്യൂണിക്കിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എത്തിക്കുന്ന ഭാഗമാണ് ഈ പ്രാഗ്. മുമ്പ് ചെക്കോസ്ലോവാക്യ ഒന്ന് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് വേറെ, സ്ലോവാക്യ വേറെ, അങ്ങനെയാണ്. ഞാനിപ്പോൾ ഉള്ളത് പ്രാഗിലാണ്. പ്രാഗിലെ മെയിൻ റോഡാണ് പോകുന്നത്, ഹൈവേ. അവിടുന്ന് ഹൈവേ ക്രോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒരു സ്റ്റെപ്പാണ്, ഉണ്ടല്ലേ? ഈ സ്റ്റെപ്പ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് പോവുക. ഇതിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് പോയിട്ട് റോഡിൻ്റെ അപ്പുറത്ത് കിടക്കുക. അതേപോലെ ഇതൊരു ഹൈവേ ആണ് ഈ പോകുന്ന കണ്ടില്ലേ? അതേപോലെ നേരെ അപ്പുറത്ത് ഇതേപോലെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് പോകുന്നത് അവിടുന്ന് വന്നിട്ട് അവിടുന്ന് ഇതേപോലെ അങ്ങോട്ട് സ്ലോപ്പാണ്. ഇങ്ങനെ സ്ലോപ്പാണ്. ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഒരു പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലേ, വേറെ ലേഡി, അവർ ക്രോസ് ചെയ്യാൻ പോകുന്നുണ്ടല്ലേ. ഇവിടുത്തെ പൂക്കളാണ്. അതേപോലെ ആ റോഡിനെ ക്രോസ് ചെയ്യാനും ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങോട്ട് പോവാം, ഉണ്ടല്ലേ. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് കിടക്കാം. അതേപോലെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാം. ഇവരൊക്കെ അവിടെ പോവുകയാണ്, ഉണ്ടല്ലേ. ഇത് റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ബോക്സ് ഉണ്ട്, ഉണ്ടല്ലേ. ഇവിടെയാണ് വേസ്റ്റൊക്കെ ഇടുക. ഇവിടെ സമയം ഇപ്പോൾ 6 മണിക്ക്. ഇവിടുത്തെ രസം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കൽ 8 മണിയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് രാത്രിയിലെ ഇശാ നമസ്കാരം അത് 11:05 അത് കഴിഞ്ഞ് പിന്നെ രാവിലെ സുബഹി നമസ്കാരം 2:25 പിന്നെ നേരം വെളുക്കൽ 5:30 മണിക്കാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സുബഹീൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് സൂര്യൻ ഉദിക്കും. പക്ഷെ അവിടെ 3 മണിക്കൂർ എൻ്റെ ഉള്ളിൽ സൂര്യൻ ഉദിക്കാം. നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പക്ഷെ ഞാൻ കോട്ടൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് ഈ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രാഗിലെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു മോഡൽ കണ്ടോളൂ നിങ്ങൾ. ഏകദേശം ഒരേ മോഡലാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഷേപ്പും
ഫ്ലോറുകൾ, അധികം ഫ്ലോറിൽ വെക്കാൻ പറ്റില്ല ഇവിടെ. ഈ ഒരു ഏരിയയിൽ 5 ഫ്ലോറാണ് ആകെ ഉള്ളത്. ഇതുണ്ടല്ലോ 1, 2, 3, 4, 5. ഇതൊരു ബിൽഡിംഗാണ്, ഇത് വേറൊരു ബിൽഡിംഗാണ്, അപ്പുറത്ത് വേറൊരു ബിൽഡിംഗാണ്, അപ്പുറത്തൊരു വേറെ ബിൽഡിംഗാണ്. എല്ലാവരും ഒരു സെയിം മോഡലിലാണ് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. അല്ലേ ഈ ഭാഗത്ത് ഇപ്പോൾ രാവിലെ 6 മണിക്ക് അപ്പോഴത്തേക്ക് തന്നെ നല്ല ഇതാണ്, ട്രാഫിക്കാണ് ഇവിടെ. ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യുന്നു. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ആ പച്ച ലൈറ്റ് ഇട്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട് ഇതേപോലെ വണ്ടികൾ. ഇത് യൂറോപ്പ് മൊത്തം ഇങ്ങനത്തെ സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മിനിറ്റിനാണ് ഇത് വാടക കൊടുക്കുന്നത്, മണിക്കൂറിനില്ല, മിനിറ്റ് പാസ് ചെയ്തിട്ടെങ്കിൽ കിട്ടും. ഇവിടെയൊക്കെ യൂറോ ആണല്ലോ. പിന്നെ ഒരുപാട് ഈ ലോക്കൽ യാത്രക്കാരൊക്കെ നല്ല സൗകര്യമാണ്. അത് ആ ഹൈവേനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൂടെ അങ്ങനെയായിട്ട് ക്രോസ് ചെയ്ത് പോകും. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് അതായത് റോഡ് ക്രോസ് ചെയ്ത് കിടക്കരുത് എന്നുള്ളൂ. കാരണം ആക്സിഡന്റുകളൊക്കെ കുറയ്ക്കുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് കൂടി വന്നിട്ട് ഇങ്ങനെ പോകുക. ഭയങ്കര സംഭവമാണ് ഈ യൂറോപ്പിൻ്റെ സിസ്റ്റം. നമ്മളെ നാട്ടിലെ പോലെ ഭയങ്കര ചരവരെന്നില്ല. അങ്ങനെ നല്ല ഒരു ലൈഫ് സ്റ്റൈലൊക്കെയാണ് അവിടുത്തെ ആളുകൾ, കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല കണ്ടീഷനാണ്. ഇങ്ങനെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് അങ്ങനെ കയറി പോകും. അപ്പോൾ ഇവിടെ ഇതേപോലെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് ഇരിക്കാനുള്ളൊരു സൗകര്യം, കുറച്ച് കസേരയൊക്കെ ഉണ്ട്. അതാവുന്നത് ഇതൊരാൾ ഇരിക്കുന്നില്ല, അവിടെ ഇതായിരിക്കും. ഇങ്ങനെ കസേരയൊക്കെ വെച്ചിട്ട് ജനങ്ങൾക്ക് ഇരിക്കുക, റിലാക്സ് ചെയ്യാൻ. പിന്നെ റോഡിനെ ക്രോസ് ചെയ്യാൻ അടിയിൽ കൂടി ഇങ്ങനെ സബ്വേ അതും വേറെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സംഭവമാണ് ഏതായാലും. നല്ല തണുപ്പാണ് ഇവിടെ. ഇത് ചെക്കിലെ പ്രാഗിലുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൊല്ലിയൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് വയനാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ആ കൊല്ലിയിൽ കുറേ കെട്ടിടങ്ങൾ, അതിൻ്റെ ഓവർ മുകളിൽ കൂടി ഒരു ബ്രിഡ്ജ് കെട്ടിയിരിക്കുകയാണ്. ആ ഭാഗത്തിന് ഈ ഭാഗത്തിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗമാണിത്. ഇതിൻ്റെ ഒരു സൂയിസൈഡ് പോയിന്റ് എന്ന് ഇവിടെ പറയും. അതുകൊണ്ടാണ് ഇവിടെ സൈഡിലൂടെ കംപ്ലീറ്റ് വലിയ ഗ്രില്ല് വെച്ചിട്ടില്ലേ. അതാണ് കണ്ടോ ആ ഗ്രിൽസ്. ഈ പിന്നെ ഇതിൻ്റെ പില്ലറിൻ്റെ ഹൈറ്റ് നോക്കി നിങ്ങൾ എത്ര ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റാണ്. കണ്ടല്ലേ, ഇവിടെ നിൽക്കുന്ന കെട്ടിടങ്ങളാണിത്. ഇതിൻ്റെ താഴ്ചയാണ് ഈ കാണുന്നത്. അതാണ് റോഡ്. അപ്പം ഒരു കൊല്ലിനെ കംപ്ലീറ്റ് പില്ലർ വെച്ച് ഉയർത്തിയിട്ട് വലിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. താഴെയും ഉപയോഗപ്പെടും, മുകളിൽ ഉപയോഗപ്പെടും. താഴെ എങ്ങനെ വെച്ചാൽ താമസക്കാരൊക്കെ ഉണ്ട്. മുകളിൽ ഇതേപോലെ 2 റോഡിനെ ക്രോസ് ചെയ്യുക. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കാണ്, ചെറിയ മിനി പാർക്കാണ്. ഇതുണ്ടല്ലോ താഴെ മരങ്ങൾ അങ്ങനെ വന്നിട്ട് അത് പില്ലറ്, ഇവിടെ കംപ്ലീറ്റ് കെട്ടിടങ്ങൾ.
ചെക്ക് പ്രാഗ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നു. പണ്ടത്തെ ഹോട്ടലിലൊക്കെ പോയിട്ട് കാപ്പി കുടിക്കുമായിരുന്നു, അത് സംഭവിക്കുമായിരുന്നു. ഒരു പ്രത്യേക തരം ഇലകളും ഒക്കെ ഒരു സംഭവമാണ്. കാറ്റാടി എന്നൊക്കെ പറയും. ഇത് വേറൊന്നാണ്. മുന്തിരിയുടെ ഇല ഉണ്ടല്ലോ, മുന്തിരിയുടെ ഇല, ആ മുന്തിരിയുടെ ഇലന്റെ അതേപോലത്തെ ഒന്നാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ വണ്ടിയുടെ പുറത്തന്നെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഓരോ പാർക്കിലും ഓരോ മൂലക്കലോട് ഇട്ടിട്ടുണ്ട് അവര്. ഇതൊക്കെ പ്രാഗിലുള്ള ബിൽഡിങ്ങുകളാണ്. നമ്മളെ ഇന്ത്യയും പ്രാഗും തമ്മിൽ 3.5 മണിക്കൂർ വ്യത്യാസമാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ പൊതുവെ സ്റ്റാഫുകളൊക്കെ കുറവാണ്. ഈ ഹോട്ടലുകളിലും ഒക്കെ കുറഞ്ഞ സ്റ്റാഫിനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ശമ്പളം കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ ഓരോ വീടിൻ്റെ മുകളിൽ ചെടി ഇറക്കിയിട്ടുണ്ട്. ഒരു ഗാർഡൻ ഇല്ല, പക്ഷെ എന്നാലും ചെടികളൊക്കെ അവർക്ക് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മുറ്റുണ്ട്, എന്നിട്ട് തന്നെ നമ്മൾ വളർത്തുന്നില്ല. ട്രാഫിക് ബ്ലോക്കാണ്. രാവിലെ 6:30 മണിയായിരിക്കുന്നു. 6:30 മണിയായിട്ടപ്പോഴും ഇത്രയും ബ്ലോക്കാണ്. ഇത് പ്രാഗിലത്തെ ഒരു ബിൽഡിങ്ങാണ്, 5 നിലയുണ്ട്. ഈ ബിൽഡിങ്ങിലെ താമസക്കാർ അഡ്രസ്സ് ഞാൻ മുമ്പ് കാണിച്ചു ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനെ പേര് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡോറ് തുറക്കും. അതായത് അങ്ങനെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ കുറേ ഒഴിഞ്ഞ പറമ്പും അവിടെ വീടും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇവിടെ. ഇങ്ങനെ കെട്ടിടങ്ങൾ, അതിൻ്റെ മുകളിൽ താമസം, ആവശ്യക്കാർ വരുമ്പോൾ വെല്ലടിക്കുക, അവരെ കാണുക, അങ്ങനെയാണ്. ഇവിടെ ചുവപ്പ് ലൈറ്റ് എത്തിയുണ്ടല്ലോ. ഈ ചുവപ്പ് പച്ചയാകാതെ ഇതിനപ്പുറം കടക്കാൻ പറ്റില്ല. കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതിപ്പോൾ രാവിലെ തന്നെ സമയം. ഇവിടെ കണ്ടില്ലേ, വേസ്റ്റുകളൊന്നുമില്ല, കംപ്ലീറ്റ് ക്ലീനാണ്. അങ്ങനെ ചിലവരെ പൊടി കാര്യങ്ങൾ കുപ്പിയൊന്നുമില്ല. വേസ്റ്റ് ബോക്സ് ഉണ്ട് അവിടെ കണ്ടില്ലേ, ഇതാ അവിടെ വേസ്റ്റ് ബോക്സ്. ഈ സ്കോഡ കാറുണ്ട്, സ്കോഡ കാറിൻ്റെ നിർമ്മാതാക്കൾ ഇവരാണ്, ഈ ചെക്കാണ്. ഈ പെണ്ണുങ്ങളും മറ്റവരൊക്കെ പിന്നെ കൂട്ടിലിട്ടാ പോകുന്നു. രാവിലെ നല്ല തണുപ്പാണ് ഇവിടെ. ഇതുണ്ടല്ലേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലും ഇവിടെ പൈസ ആണ്. അതിൻ്റെ മെഷീനറി റോഡ് സൈഡിൽ തന്നെ ഉണ്ട്, കണ്ടില്ലേ, ഇതാണ് ആ സാധനം. നമ്മുടെ നാട്ടില് ഊബറില്ലേ, അതേപോലെ ഇവിടുത്തെ പിന്നെ കാറിന്റെ കമ്പനിയാണ് ബോൾട്ട് എന്നാണ്. അതേപോലെ അവരെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതും ബോൾട്ടാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഡ്രസ്സാണ്. ഒരു ഇങ്ങനത്തെ കളർഫുൾ ഡ്രസ്സാണ് ഉപയോഗിക്കുക. അങ്ങനെ ഇവിടുത്തെ റൂൾ. അതേപോലെ സ്കൂൾ കുട്ടികളും റോഡ് സൈഡിലൂടെ പോകുന്ന സമയത്തും ഇതിന് ജോലി ആവശ്യക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണമെന്ന് നിർബന്ധമാണ്. ആക്സിഡൻറ്റുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൂറസെന്റ് ലൈറ്റ് ഗ്രീനാണ് കൂടുതലുണ്ടാവില്ല. അത് ഞാനിനി ഹോട്ടലിലേക്ക് കയറാണ്. കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയക്കുന്നത് അത് വൈകി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ ചിലവരെടുക്കും, സാധനം കൂടി കിട്ടായേക്കാവും. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം. നമുക്ക്
ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് 2 ഫ്ലോറുകൾ, ഇത് അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലുള്ളതാണ്, പിന്നെ ഫസ്റ്റ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ ഉണ്ട്. പ്രാഗിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്താ നോക്കാം. From 504. Verona. Very good nutrition. പേടിക്കേണ്ട കുഴപ്പമില്ല. Okay, it's all. Just to catch up some videos. ഇതൊക്കെ ഉള്ളതില് അതൊരു പന്നിയിറച്ചി ഏത് വെക്കാന്ന് ചോദിച്ചു നോക്കണം. അത് പറയണം. ഇത് പന്നിയാണ്, യാതൊരു സംശയമില്ല. ഇത് ചീസ് അങ്ങനെയുള്ളത്. Can you explain that it is pork? Pork. Yeah. This is ഇവിടെ നിർത്താനേക്കാളും കുറച്ച് മെച്ചമുണ്ടല്ലേ. അതെ. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ കഴിക്കാൻ പോവാം. പ്രാഗ് നിവാസികൾ ഇവിടെ ഒരു കൂട്ടർ ഭക്ഷണം കഴിക്കാണ്ട്. ഞാൻ അവരൊപ്പം കുറച്ച് വീഡിയോ എടുക്കട്ടെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി ഇവിടുന്ന് ലഗേജൊക്കെ എടുത്തിട്ട് ബസ്സിൽ കയറണം. ബസ് താഴെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണും. ഇതാണ് റോഡ്. ഇത് ഞാൻ രാത്രി മുമ്പ് കാണിച്ചിരുന്നു. നല്ല ട്രാഫിക് അയക്കുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.